ഹലോ എവരിവൺ, വെൽക്കം ബാക്ക്. ബാബ്കോൻ്റെ ഒരു യൂട്യൂബ് വ്ളോഗ് വീഡിയോ ആണ് ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് തമിഴ്നാട്ടിലെ ഈറോഡാണ്. ഞാൻ എഞ്ചിനീയറിങ്ങിനെ പറ്റിയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലിപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു വിഭാഗം സ്റ്റുഡൻസ് ചോദിച്ചിട്ടുള്ള ഒരു കോഴ്സാണ് പെട്രോ കെമിക്കൽ എഞ്ചിനീയറിംഗ്, അതുപോലെ തന്നെ ഫയർ ആൻഡ് സേഫ്റ്റി. അപ്പോൾ ഈ ഒരു കോഴ്സ് എവിടെയാണ് എഞ്ചിനീയറിംഗ് ആയിട്ട് അല്ലെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള കോഴ്സ് ഉള്ളത്? അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചത്. അപ്പോൾ നിലവിൽ നമ്മൾ തമിഴ്നാടാണ്. ഇന്നത്തെ ഒരു വീഡിയോയിൽ എക്സൽ എന്ന് പറയുന്ന കോളേജിനെ പറ്റിയുള്ള വിശേഷങ്ങളാണ്. തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ എഞ്ചിനീയറിംഗ് കോഴ്സ് അവൈലബിൾ ആയിട്ടുള്ള ഒരു കോളേജാണ് നമ്മളുള്ളത്. ഇത് ഏകദേശം 150 ഏക്കറോളം ഉള്ള ക്യാമ്പസാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഒരു കോളേജിനെ പറ്റിയിട്ടുള്ള വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങളൊരു വീഡിയോ സ്റ്റാർട്ടിങ് തൊട്ട് എൻഡിങ് വരെ നിർബന്ധമായിട്ട് കാണാം. അങ്ങനെ കാണുകയാണെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ കോളേജിനെ പറ്റിയിട്ടും കോഴ്സിനെ പറ്റിയിട്ടും എല്ലാവിധ സംശയങ്ങളും നിങ്ങൾക്ക് എന്ത് ചെയ്യും ഇന്നത്തെ ഒരു വീഡിയോ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും കോഴ്സുകളെ പറ്റിയിട്ടോ ഇതേപോലെ ഞാൻ ഏതെങ്കിലും കോളേജുകളെ പറ്റിയിട്ടോ എക്സാംസിനെ പറ്റിയിട്ടോ എന്തെങ്കിലും വിധത്തിലുള്ള സംശയങ്ങൾ കാര്യങ്ങളും നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വീഡിയോസ് കയറാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഫ്യൂച്ചറിൽ ഞാൻ എന്ത് ചെയ്യും അതിനെ പറ്റിയിട്ട് വീഡിയോസ് കയറി ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എക്സലിന്റെ വിശേഷങ്ങളിലേക്ക് പോയാലോ. चांदनी रात में तुमसे बातें हो रही, तेरी मुस्कुराहट में मेरी दुनिया खिल रही, पल पल दिल के पास बस तुम ही तुम हो, आँखों में जो सपने वो सब तुमसे गम हो, तेरा प्यार मेरा जुनून, राहों में चलते हर मोड़ पे तू ही तू, दिल के इस सफर में बन जा तू रोशनी, हमेशा साथ रहना मेरी जिंदगी. Hello, I'm Reha Mungur from Sikkim, and currently I'm studying in third year petrochemical technology. And in my opinion, this college I would suggest it's the best option for engineering. And here the faculties are well educated and they are really highly qualified faculties, and we can understand them easily. And laboratories are highly advanced and well equipped, so you can do lots of researches and learning in that laboratory. And the placement for this college is really well. Our seniors got a high placement this year as well. So in my opinion, I would say it's the best option for engineering. Thank you. എൻ്റെ പേര് ഷാദിൽ ബിബി. ഞാൻ മലപ്പുറത്ത് നിന്നാണ് വരുന്നത്. ആക്ച്വലി ഞാൻ ഇവിടെ എക്സൽ എഞ്ചിനീയറിംഗ് കോളേജ് തമിഴ്നാട്ടിൽ സെക്കൻഡ് ഇയർ പെട്രോകെമിക്കലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കോളേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് കോളേജസ് ഇൻ തമിഴ്നാടാണ്. ആൻഡ് ഓൾസോ ഇന്ത്യയിൽ തന്നെ ഏറ്റവും നല്ല റാങ്കിങ്ങിൽ വരുന്ന ഒരു ബെറ്റർ കോളേജാണിത്. ഇവിടെയാണ് തന്നെ മലയാളികൾക്ക് ഫ്രണ്ട്ലി ടൈപ്പ് ആയിട്ടുണ്ടായിരുന്ന മലയാളി സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ഫ്രണ്ട്ലി മെസ് ആൻഡ് ഓൾസോ ഇവിടുത്തെ ഫാക്കൽറ്റീസ് എല്ലാ സ്റ്റുഡൻസിനും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നല്ലൊരു കോളേജാണിത്. ഹായ്, ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. ഞാനിവിടെ എക്സൽ കോളേജിൽ ബിടെക് സെക്കൻഡ് ഇയർ പെട്രോകെമിക്കൽ സ്റ്റുഡൻ്റ് ആണ്. ഇവിടെ ഇപ്പോൾ എൻ്റെ ഫ്രണ്ട് വഴി ഞാൻ എക്സൽ കോളേജിനെ പറ്റി അറിയണത്. അത് കേരളത്തിൽ അന്വേഷിച്ചപ്പോൾ വളരെ റെയർ ആയിട്ട് ലൈക്ക് ഇല്ലാത്തൊരു കോഴ്സ് പോലെയത് പെട്രോകെമിക്കൽ. അപ്പോൾ ഞാൻ തമിഴ്നാട്ടിൽ അന്വേഷിച്ചപ്പോൾ എക്സൽ കോളേജ് നല്ലൊരു ഓപ്ഷനായി തോന്നി. നല്ല ക്യാമ്പസ് ആണ്, നല്ല ഫാക്കൽറ്റി മെമ്പേഴ്സ്. ഇവിടെ വന്നപ്പോൾ തന്നെ എനിക്കൊരു നല്ല ക്യാമ്പസ്, നല്ലൊരു സമാധാന ഒരു വൈബാണ് ഇവിടെ. അപ്പോൾ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. ഫാക്കൽറ്റി മെമ്പേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാം നല്ല സപ്പോർട്ടീവാണ്. നമുക്ക് എന്താവശ്യമുണ്ടെങ്കിലും അവർ ചെയ്തു തരും. പിന്നെ കോഴ്സസ് ആയാലും ഞാൻ ഇവിടെ വന്നപ്പോൾ ടഫാണെന്ന് വിചാരിച്ചത്, ബട്ട് ഇവിടെ വന്നപ്പോൾ അത്യാവശ്യം അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന കോഴ്സാണ്. ഇവരായാലും ഫാക്കൽറ്റി മെമ്പേഴ്സിനോട് ഹെൽപ്പ് ചെയ്യണോണ്ട് എനിക്ക് അത്യാവശ്യം പെട്ടെന്ന് പഠിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ BPCL ഇന്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിലവിലായിട്ട്. Hello everyone, my name is Afolayan Joshua from Nigeria, currently studying BE Safety and Fire Engineering. Hello everyone, and my name is Chungchring Lepcha, all the way from Sikkim. Currently I'm also in Fire and Safety Department BE. Here we are about to share with you our experience in Excel Engineering College. As you know, Excel Engineering College is one of the highly prestigious colleges, and the visa processing is very easy, and there are lots of foreigners here as well. And academic wise, it's one of the highest ranking, and we would like to invite you to come join us in this beautiful college where the faculties are all nice, the hospitality is very good, and also my friend would like to share his experience. Hello everyone, when I came here, all the faculty, the agent, every faculty helped me to get through the tough time. When I first came here, it was quite a hard time because it was a different environment from my hometown. Now it's a good thing that everybody
helped me to get through my tough time, and I met a lot of good people here, good Malayali people, good Tamil people, and other states students are also here. So I'm very pleased to be here. Thank you. As you all know, Excel Engineering College is not just a college for us, but it's also like our home. And we would like to invite you to come join us in this beautiful college. Thank Hope you. to see you all. Myself, Dr. K. Bomman Raja, Executive Director and Principal of Excel Engineering College. Happy to meet you all. I would like to give some of the salient feature of the institution. So this institution was established during the year 2007, and very successfully we are operating this institution in this region. We have 14 UG programs and 14 PG programs, and also our institution has been recognized by Anna University as a research center for 4 engineering departments. One of the additional highlight of our institution is we got NBA. 7 of our departments have been accredited by the National Board of Accreditation, New Delhi, and it is also NAC accredited. A+ grade we got with a score of 3.26. We are regularly participating in NIRF ranking and also in Institution Innovation Council ranking mechanism, where we consistently maintaining 4-star rating. നിലവിൽ നമ്മൾ എക്സൽ കോളേജിൻ്റെ മെയിൻ എൻട്രൻസിലാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കോളേജിനെ പറ്റിയിട്ട് അതുപോലെ തന്നെ കോഴ്സിനെ പറ്റിയിട്ടും എല്ലാവിധ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത് ഇവിടുത്തെ മലയാളി അഡ്മിഷൻ കോർഡിനേറ്റർ ആയിട്ടുള്ള മുസഫിർ സാറാണ്. സാർ ഏകദേശം എത്ര വർഷമായി ഇപ്പോൾ കോളേജിൽ? ഞാനൊരു 7 to 8 years ആയിട്ട് കോളേജിൽ അവൈലബിൾ. ഓക്കെ. നാട്ടിലോട്ട് ലൊക്കേഷൻ വരുന്നത്? ഞാൻ തിരൂർ, മലപ്പുറം. ഓക്കെ. ഞാൻ ഈ ഇന്നത്തെ ഒരു വീഡിയോയിൽ കോഴ്സിനെ പറ്റിയിട്ട് കോളേജിനെ പറ്റി എല്ലാവിധ കാര്യങ്ങൾ നിങ്ങളോട് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് സംശയങ്ങൾ കാര്യങ്ങൾ ചോദിച്ചോട്ടെ. നിലവിൽ ഇപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു കോഴ്സിനെ പറ്റി വീഡിയോ ചെയ്യാൻ വേണ്ടി ഞാൻ യൂട്യൂബിൽ ബിടെക്കിനെ പറ്റിയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു ഭൂരിപക്ഷം വിദ്യാർത്ഥികൾ ചോദിച്ചിട്ടുള്ള ഒരു 2 കോഴ്സാണ് ഫയർ ആൻഡ് സേഫ്റ്റി, അതുപോലെ തന്നെ പെട്രോ കെമിക്കൽ എഞ്ചിനീയറിംഗ്. അപ്പോൾ ഞാൻ റിസർച്ച് ചെയ്തത് കേരളത്തിൽ സത്യം ആക്ച്വലി കോളേജസ് ഇല്ല. അപ്പോൾ തമിഴ്നാട് നോക്കുമ്പോൾ ലിമിറ്റഡ് കോളേജസ് അവൈലബിൾ ആയിട്ടുള്ളത്. അത് എന്തുകൊണ്ടാണ് ഇപ്പോൾ എക്സൽ കോളേജിൽ മാത്രം അല്ലെങ്കിൽ കുറച്ച് ലിമിറ്റഡ് കോളേജിൽ മാത്രം ഇത്തരം പ്രോഗ്രാംസ് അവൈലബിൾ ആയിട്ടുള്ളത്? നമുക്ക് അറൗണ്ട് 2013-14 ആ ഒരു ടൈം തൊട്ടിട്ടാണ് ഇവിടെ പെട്രോ കെമിക്കൽ എഞ്ചിനീയറിംഗ് അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്ക് പെട്രോ കെമിക്കൽ അല്ല, നമുക്ക് പെട്രോ കെമിക്കൽ, പെട്രോളിയം എഞ്ചിനീയറിംഗ്, പിന്നെ അതേപോലെ കെമിക്കൽ, ഈ 3 ബ്രാഞ്ചസ് അവൈലബിൾ ആയിരുന്നു. നമുക്ക് നമ്മുടെ ഓപ്പർച്യൂണിറ്റി അവൈലബിലിറ്റി എല്ലാം കണക്കാക്കിയിട്ട് നമ്മൾ ഈ പറഞ്ഞ പെട്രോ കെമിക്കൽ എഞ്ചിനീയറിംഗ് മാത്രമായിട്ടാണ് ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ പെട്രോ കെമിക്കൽ മാത്രം ഇപ്പോൾ ജോബ് ഓപ്പർച്യൂണിറ്റീസും കുട്ടികളുടെ അവൈലബിലിറ്റി അല്ല, നമ്മുടെ ഫ്യൂച്ചർ അവൈലബിലിറ്റിയും കണക്കിലാക്കി നമുക്കിപ്പോൾ പെട്രോ കെമിക്കൽ എഞ്ചിനീയറിംഗ് ആണ് സ്റ്റിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം മലയാളീസ് പഠിച്ചിരുന്ന ബ്രാഞ്ചാണ്. ഇപ്പോൾ സ്റ്റിൽ അറ്റ് പ്രസന്റ് മലയാളീസ് അത്യാവശ്യം പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കോഴ്സിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് റീസെൻറ്റ് കോളേജ് അപേക്ഷിച്ചിട്ട് നമുക്ക് പെട്രോ കെമിക്കലിനൊക്കെ അത്യാവശ്യം നല്ല ലബോറട്ടറി ഫെസിലിറ്റീസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ എക്യുപ്മെൻറ്റ്സ് ആണെങ്കിലും ലബോറട്ടറീസ് ആണെങ്കിലും ഏറ്റവും ക്വാളിറ്റിയിലാണ് നമ്മളിവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത്. കുട്ടികൾക്ക് വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള രീതിയിൽ പ്രാക്ടിക്കൽസ് ചെയ്യാനും അതേപോലെ തന്നെ തിയററ്റിക്കൽ ക്ലാസ്സിലാണെങ്കിലും പ്രാക്ടിക്കലിനാണെങ്കിലും എല്ലാ രീതിയിലുള്ള എക്യുപ്മെൻറ്റ്സും റിക്വയർമെൻറ്റ്സും അവൈലബിൾ ആണ്. പിന്നെ രണ്ടാമത് സേഫ്റ്റി ആൻഡ് ഫയർ നമുക്കിവിടെ തമിഴ്നാട്ടിലെ വൺ ഓഫ് ദി ഫസ്റ്റ് ക്യാമ്പസ് ആണ്. തമിഴ്നാട്ടിലെ അത് ഇൻഡസ്ട്രിയൽ സേഫ്റ്റി ആൻഡ് ഫയർ മാത്രമല്ല, അതിന്റെ PG കോഴ്സ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയൽ സേഫ്റ്റിയും ഫസ്റ്റ് ക്യാമ്പസ് ആണ്, കോളേജ് ക്യാമ്പസ് ആണ്. നമുക്ക് അത്യാവശ്യം സ്റ്റുഡൻസ് എടുക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ ഒരു കാറ്റഗറി വെച്ച് നോക്കുമ്പോൾ പുറത്തോട്ട് വർക്ക് ചെയ്യുന്ന അധികം ആളുകളും ഓയിൽ ആൻഡ് ഫീൽഡിലും റിഗിലും വർക്ക് ചെയ്യുന്ന ഓൾമോസ്റ്റ് ആളുകളും ഡിപ്ലോമ കഴിഞ്ഞ് നമുക്ക് എക്സ്പീരിയൻസിൽ സേഫ്റ്റി ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളാണ്. നമുക്കിപ്പോൾ എക്സലിനെ സംബന്ധിച്ചിട്ട് ഇവിടെ എഞ്ചിനീയറിംഗിൽ സേഫ്റ്റി ആൻഡ് ഫയർ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് എന്താ പറയുക, പുറത്തോട്ട് പോകുന്ന ആളുകൾക്ക് ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡിലോട്ടും റിഗ് റിഫൈനറിയിലോട്ടൊക്കെ പോകുന്ന ആളുകളെ സംബന്ധിച്ചിട്ട് ഒരു ബിടെക് ഗ്രാജുവേഷൻ എന്നുള്ളത് ഇപ്പോൾ വളരെ എന്താ പറയുക ഡിമാൻഡഡ് ആയിട്ടുള്ളൊരു സംഭവം. കാരണം എവിടെയില്ല, കാരണം എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സ് ആയിട്ടുള്ള ആളുകൾ കുറവാണ്. നമുക്ക് ഡിപ്ലോമ കഴിഞ്ഞ് എക്സ്പീരിയൻസ് ഉള്ളവരാണ്. പിന്നെ കൂടുതൽ ആളുകളും ഇപ്പോൾ മെക്കാനിക്കൽ കഴിഞ്ഞിട്ട് നെബോഷ് എടുത്തിട്ടും മറ്റ് എഞ്ചിനീയറിംഗ് കോഴ്സുകളിൻ്റെ നെബോഷിൻ്റെ ഒരു ടൈം പീരീഡ് എനിക്കറിയില്ല, പക്ഷേ നെബോഷ് എടുത്തിട്ട് ആ നെബോഷിൻ്റെ സേഫ്റ്റി എക്സാം പാസ്സായി സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് കയറി എക്സ്പീരിയൻസിൽ സേഫ്റ്റി ഓഫീസറായിട്ട് വരുന്ന ആളുകളാണ്. നമുക്ക് ഡയറക്റ്റ് സേഫ്റ്റി ഓഫീസർ എന്ന് പറഞ്ഞ പോസ്റ്റിലോട്ട് കയറാനുള്ള ഇൻഡസ്ട്രിയൽ സേഫ്റ്റിയുടെ PGയും എഞ്ചിനീയറിംഗിലുള്ള സേഫ്റ്റി എഞ്ചിനീയറിംഗും ഇവിടെ അവൈലബിൾ ആണ്. അത്യാവശ്യം ലബോറട്ടറി മീൻസ് നമുക്ക് പ്രാക്ടിക്കൽസും ലാബും കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. നമ്മൾ വൺ ഓഫ് ദി ഫാസ്റ്റസ്റ്റ് ഡെവലപ്പിംഗ് എഞ്ചിനീയറിംഗ് കോളേജാണ്. റീസെൻ്റ്ലി നാമക്കൽ സോണിൽ അവാർഡഡ് ആയിട്ടുള്ള കോളേജാണ്.
ഓക്കെ, നിലവിൽ ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക്, ചില ആളുകൾക്ക് ഫയർ ആൻഡ് സേഫ്റ്റി എന്ന് പറയുന്ന കോഴ്സിനെ പറ്റി അറിയണ്ടാവില്ല, അപ്പോൾ പെട്രോ കെമിക്കൽ എന്ന് പറയുന്ന കോഴ്സിനെ പറ്റി അറിയണ്ടാവില്ല. അവർക്ക് വേണ്ടി കോഴ്സിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയാൻ വേണ്ടി പറ്റുമോ? പെട്രോ കെമിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് ബോത്ത് ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡിലോട്ടും റിഗ് റിഫൈനറിയിലോട്ടും വർക്ക് ചെയ്യാൻ പറ്റുന്ന കോഴ്സാണ്. അതേപോലെ തന്നെ നമുക്ക് കെമിക്കൽ ഇൻഡസ്ട്രിയിലോട്ടും വർക്ക് ചെയ്യാൻ പറ്റുന്ന കോഴ്സാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ, ഇപ്പോൾ ഞാൻ പഠിച്ചിരുന്ന സമയത്തൊക്കെ ഏറ്റവും കൂടുതൽ ആളുകൾ ഫെമിലിയർ അല്ലാത്തൊരു കോഴ്സായിരുന്നു പെട്രോ കെമിക്കൽ. കാരണം ആളുകൾക്ക് എങ്ങനെ റിഗിലോട്ട് റിഫൈനറിയിലോട്ട് എത്തിപ്പെടാൻ പറ്റും എന്നുള്ള രീതിയിൽ എല്ലാവർക്കും ഒരു ഡ്രീം കോഴ്സ് എന്നൊക്കെ പറയുമല്ലോ. ഇപ്പോൾ എഞ്ചിനീയറിംഗിലാണെങ്കിലും ഇപ്പോൾ മെക്കാനിക്കൽ, അതായത് ഫുഡ് ടെക്നോളജി, ഈ ഫുഡ് ടെക്നോളജിക്ക് റീസെൻ്റ്ലി നമ്മൾ ഫെമിലിയറായി വന്നിട്ടുള്ളൂ. അപ്പോൾ പെട്രോ കെമിക്കലിനെ കുറിച്ച് എല്ലാവർക്കും ഇപ്പോൾ റിഗ് റിഫൈനറിയിലോട്ടൊക്കെ പോകുമ്പോൾ വളരെ സാലറി ഓറിയൻറ്റഡ് ആണ്, ജോബ് ഓറിയൻറ്റഡ് ആണ്, ഹൈലി പെയ്ഡ് സാലറിയാണ്. പക്ഷേ എങ്ങനെ എടുക്കാൻ പറ്റും, എങ്ങനെ ഈ കോഴ്സ് എടുക്കാൻ പറ്റും, ഇത് ഈ റെഗിലോട്ട് എത്തിപ്പെടുന്നതിന് എന്ത് ചെയ്യണമെന്നുള്ള യാതൊരു ഐഡിയ ഇല്ലാത്ത ആളുകളായിരുന്നു പണ്ട്. ആ സമയത്ത് നമുക്ക് കോളേജിന്റെ പ്രോപ്പർ ആയിട്ടുള്ള ഗൈഡൻസും ഇവിടെ അഡ്മിഷൻ കോർഡിനേറ്റ് ചെയ്യുന്ന ആളുകളുടെ ഒരു എന്താ പറയാ ഒരു കരിയർ ഗൈഡൻസ് എന്നുള്ള രീതിയിലാണ് നമ്മളൊക്കെ ഈ ഒരു കോഴ്സിലോട്ട് വന്നത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ സത്യത്തിൽ നമ്മൾ എൻ്റയർലി ഡിഫറെൻ്റ് ആണ് നമ്മൾ ഉദ്ദേശിച്ചത്. കാരണം നമുക്ക് അത്ര ഈസി ആയിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു ജോബ് ഓപ്പർച്യൂണിറ്റീസ് അല്ല. കാരണം നമുക്ക് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഉണ്ട്. ഇപ്പോൾ പെട്രോ കെമിക്കൽ ആണെങ്കിൽ പോലും നമുക്ക് ഓരോരുത്തർ, ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഖത്തർ പെട്രോളിയം വരുന്നുണ്ട്, അഡ്നോക്ക്, ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വൺ ഓഫ് ദി ഫേമസ് ആയിട്ടുള്ള പെട്രോളിയം ഇൻഡസ്ട്രിയിലാണ്. ഇവിടെയൊക്കെ നമ്മുടെ സ്റ്റുഡൻസ് വർക്ക് ചെയ്യുന്നുണ്ട്. അവരെ സംബന്ധിച്ച് അവർ പ്രോപ്പർ ആയിട്ടുള്ള പ്ലേസ്മെന്റ്സ്, ജോബ് ഓപ്പർച്യൂണിറ്റീസ് അവർ അതിൻ്റെ പിന്നാലെ കൂടി അവർ കഴിഞ്ഞ സമയത്ത് തന്നെ അവർ അതിൻ്റെ ഓൺലൈനിൽ അതിൻ്റെ റെഫറൻസ് എടുത്തു, ജോബ് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് ചെക്ക് ചെയ്തു, പ്രോപ്പർ വേക്കൻസീസ് വരുന്നതിനനുസരിച്ച് അവർ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് വളരെ എന്താ പറയുക സാലറീഡ് ആയിട്ട് പോസ്റ്റിൽ വർക്ക് ചെയ്യുന്ന കുട്ടികളുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഒന്നും ഈസി അല്ല. നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഒരുപാട് അവൈലബിൾ ആണ്. പക്ഷെ നമ്മൾ ഏതിലോട്ട് ക്യാച്ച് ചെയ്യണം എന്നുള്ളൊരു ഐഡിയ സ്റ്റുഡൻസിന് ഓണായിട്ട് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് വളരെ സാലറി ഓറിയൻറ്റഡ് ആയിട്ടുള്ള രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന കോഴ്സാണ്. ഇപ്പോൾ സേഫ്റ്റി ആൻഡ് ഫയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ സേഫ്റ്റി ആൻഡ് ഫയർ ശരിക്ക് ആദ്യമായിട്ട് നമ്മൾ മൈൻഡിലോട്ട് വരുന്ന ഇപ്പോൾ ഫയർ ഫോഴ്സ്, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മളത് എന്താ പറയുക കറക്റ്റ് ചെയ്യാൻ വേണ്ടി വരുന്ന ഫയർ, ഇതെല്ലാം ശരിക്കും ഫയർ ആൻഡ് സേഫ്റ്റി. അത് ഫയർ ആൻഡ് സേഫ്റ്റി പറഞ്ഞാൽ വേറൊരു ഫയർഫോഴ്സ് എന്ന് പറഞ്ഞാൽ വേറെ സ്ട്രീമാണ്. അത് ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഫയർ ആൻഡ് ഫോഴ്സ് ഇന്ത്യയുടെ. അതെല്ലാ ഇപ്പോൾ ഏതൊരു ഇൻഡസ്ട്രിയിൽ പോയി കഴിഞ്ഞാലും നമുക്ക് ഫയർ എക്സ്റ്റിംഗ്വിഷർ ഉണ്ടാവും. നമ്മളെ സംബന്ധിച്ചിട്ട് നമുക്ക് സേഫ്റ്റി എന്ന് പറയുമ്പോൾ ഒരു എക്സാമ്പിൾ ഇപ്പോൾ ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡ്, റിഗ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓൺഷോറും ഓഫ് ഷോറും റിഗ് ഉണ്ടാവും. ഇപ്പോൾ രണ്ട് റിലേറ്റഡ് കോഴ്സുകളാണ് പെട്രോ കെമിക്കൽ രണ്ട്. ഈ ഓൺഷോർ ഓഫ് ഷോർ റിഗിലൊക്കെ ഏറ്റവും കൂടുതൽ സാലറി മേടിക്കുന്നത് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റാണ്, സേഫ്റ്റി ഓഫീസേഴ്സ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സേഫ്റ്റി ഓഫീസേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് നെബോഷ് എക്സാംസ് കഴിഞ്ഞിട്ട്, അതേപോലെ തന്നെ നമുക്ക് ഫയർ ആൻഡ് സേഫ്റ്റിയുടെ മെക്കാനിക്കൽ കഴിഞ്ഞ് നെബോഷ് പോലുള്ള എക്സാംസ് കഴിഞ്ഞ് ഡിപ്ലോമ കഴിഞ്ഞിട്ട് ഒരുപാട് വർഷം എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലേ നമുക്ക് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് കയറാൻ പറ്റത്തുള്ളൂ. നമുക്ക് ഈ സേഫ്റ്റി ആൻഡ് ഫയർ എഞ്ചിനീയറിംഗ് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് സേഫ്റ്റി ഓഫീസറായിട്ട് കയറാനുള്ള ഡയറക്റ്റ് ഓപ്പർച്യൂണിറ്റി വരികയാണ്. അത് കുറച്ചും കൂടി കറക്റ്റ് ആക്കാൻ വേണ്ടി നമുക്കിവിടെ എംടെക് ഇൻ ഇൻഡസ്ട്രിയൽ സേഫ്റ്റി എന്നാണ് കോഴ്സും കൂടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു 10 വർഷം എക്സ്പീരിയൻസ് ചെയ്ത് നമുക്ക് കിട്ടുന്ന ഒരു 50,000 രൂപ അല്ലെങ്കിൽ 1 lakh സാലറി നമ്മൾ വിത്തിൻ മീൻസ് ആഫ്റ്റർ കംപ്ലീഷൻ ഓഫ് ഗ്രാജുവേഷനിൽ നമുക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. കഴിഞ്ഞാൽ വേഗം സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റിൽ എല്ലായിടത്തും ഭയങ്കര ഓപ്പർച്യൂണിറ്റീസ് ഒന്നുമില്ല. നമ്മളൊരു ഫുഡ് ഇൻഡസ്ട്രി ആണെങ്കിലും നമ്മൾ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി ആണെങ്കിലും നമുക്കൊരു ഇപ്പോൾ നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് ഹുണ്ടായുടെ ഡയറക്റ്റ് ഡെവലപ്മെന്റ് സെന്റർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ നമ്മൾ ഡിപ്ലോമ കഴിഞ്ഞ കുട്ടികൾക്ക് ഡയറക്റ്റ് നമ്മൾ ഹുണ്ടായുടെ പ്ലേസ്മെന്റ് സെല്ലായിട്ടുള്ള മെയിൻ സെന്റർ ചെന്നൈയിലാണ് ഹുണ്ടായുടെ ഡെവലപ്മെന്റ് സെന്ററിലെ ഹുണ്ടായുടെ ഫാക്ടറി വരുന്നത്. അപ്പൊ അങ്ങോട്ട് ഡയറക്റ്റ് പ്ലേസ്മെന്റ് ആണ്. ഈ ഇൻഡസ്ട്രിയിലെല്ലാം സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അപ്പൊ അത് മെക്കാനിക്കൽ കഴിഞ്ഞാലോ അല്ലെങ്കിൽ പെട്രോ കെമിക്കൽ കഴിഞ്ഞാലോ എടുക്കുന്ന ഒരു കോഴ്സ് അല്ല. അത് തീർച്ചയായിട്ടും സേഫ്റ്റി ആൻഡ് ഫയറിന്റെ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ ഒന്നെങ്കിൽ എക്സാംസോ അല്ലെങ്കിൽ അഡീഷണൽ ആയിട്ടുള്ള കോഴ്സുകളോ അല്ലെങ്കിൽ വിത്തൗട്ട് കോഴ്സോ ഡയറക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനാണ്. നല്ല കോഴ്സാണ്. നമുക്കത് ഒരുപാട് ഹൈലൈറ്റ് ചെയ്യാൻ പറ്റുന്നതിന്റെ കാരണം റയറാണ്, വേറെ എവിടെ ഇല്ല. നമുക്കിപ്പോൾ ഒരുപാട് ആളുകളിലോട്ട് എത്താത്ത കാരണവും വേറെ എവിടെ ഇല്ലാത്തതുകൊണ്ടാണ്. ഇവിടെ ആകെ ഒരു കോളേജിൽ മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് ക്യാമ്പസ് ആണ് ഇവിടെ. നിലവിൽ കോളേജ് എക്സാക്ട് ലൊക്കേഷൻ കാര്യങ്ങൾ അവിടെ വരുന്നത്. കോളേജ് ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് കറക്റ്റ് കോളേജ് വരുന്നത് കോയമ്പത്തൂർ സേലം ഹൈവേ NH47 അതായത് കൊച്ചി സേലം ഹൈവേ ഡയറക്റ്റ് ബാംഗ്ലൂർ സേലം ഹൈവേയിലാണ്. നമുക്ക് ഈസി ആക്സസിബിലിറ്റി ആണ്. ഇപ്പം നമ്മൾ തൃശ്ശൂരിൽ നിന്ന് മലപ്പുറം കോഴിക്കോട് നിന്നൊക്കെ വരുന്ന കുട്ടികളെ സംബന്ധിച്ചിട്ട് വളരെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന സ്ഥലത്താണ്. ഇപ്പം നമുക്കൊരു അൺടൈം ഒരു രാത്രി ഒരു 10 മണി 12 മണി 1 മണിക്ക് ശേഷം ട്രാവൽ ചെയ്യുന്ന കുട്ടികളെ സംബന്ധിച്ചിട്ട് നമുക്ക് ചില കോളേജുകളിൽ ട്രെയിനിലോ അല്ലെങ്കിൽ ബസ്സിലോ വരുമ്പോൾ കോളേജിലോട്ട് രണ്ടാമത് എത്താൻ
പോകാനുള്ള യാത്രാ സൗകര്യങ്ങൾ വളരെ കുറവായിരിക്കും. നമ്മളെ സംബന്ധിച്ച് നമുക്കിവിടെ കറക്റ്റ് NH47 കോളേജ് വരുന്നത്. അതായത് നമുക്കിപ്പോൾ തൃശ്ശൂരിൽ നിന്ന് ബസ് ഉണ്ടെങ്കിൽ സേലം ബസ് കയറിയ കോളേജിന്റെ ഫ്രണ്ടിൽ വന്നിറങ്ങാം. ഇപ്പം മലപ്പുറം പെരിന്തൽമണ്ണെന്ന് ഡയറക്റ്റ് സേലം ബസ് കയറിയ കോളേജിന്റെ ഫ്രണ്ടിൽ വന്നിറങ്ങാം. ഇനിയിപ്പോൾ ട്രെയിൻ റൂട്ട് ആണെങ്കിൽ നിയർ ബൈ സ്റ്റേഷൻ ഈറോഡാണ്. ഈറോഡ് എത്തിക്കഴിഞ്ഞാൽ മാക്സിമം ഒരു 30 to 40 മിനിറ്റ്സ് ട്രാവലുള്ളൂ. അതായത് ഡയറക്റ്റ് എപ്പോഴും 24 hours ബസ്സാണ്. ഹൈവേ ആണല്ലോ, നമുക്ക് എപ്പോഴും യാത്രാ സൗകര്യങ്ങളുള്ള ഒരു ഏരിയ. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ കുട്ടികളെ സംബന്ധിച്ചിട്ട് നമ്മൾ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ പാരൻസിന് വല്ലപ്പോഴും വരണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ മലപ്പുറം, തിരൂർ അല്ലെങ്കിൽ കോഴിക്കോട് ഭാഗത്തുനിന്നുള്ള ആളുകളൊക്കെ സംബന്ധിച്ച് ഒരു 5 hours ഒക്കെ ബൈ റോഡ് ട്രാവൽ ഉള്ളൂ. പുലർച്ചെ ഒരു 5 മണിക്ക് വന്നു കഴിഞ്ഞാൽ ഒരു 9 മണിക്ക് കുട്ടിക്ക് മീൻസ് പാരൻസിന് വന്ന് കുട്ടികളെ കാണാം. ഇവിടെ അങ്ങനെ പാരൻസിനെ ആക്സസ് ചെയ്യാനുള്ള യാതൊരു റെസ്ട്രിക്ഷനും ഇല്ല. റെസ്ട്രിക്ഷൻ സ്റ്റുഡൻസിനെ സംബന്ധിച്ചിട്ട് കോളേജിന്റെ ഇൻസൈഡ് ഫ്രീ സ്റ്റൈലാണ്. അത് നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ കവർ ചെയ്തപ്പോൾ മനസ്സിലായി കാണുമല്ലോ. ഭയങ്കര ഫ്രീ സ്റ്റൈലാണ്. കുട്ടികൾക്ക് എവിടെ ഇരിക്കാം, പഠിക്കാം, സംസാരിക്കാം, യാതൊന്നിനൊരു ബുദ്ധിമുട്ടുമില്ല. സ്ട്രിക്റ്റ് ഉണ്ട്. നമുക്ക് കോളേജിലെ സ്റ്റുഡൻസിന്റെ സെക്യൂരിറ്റി നമ്മൾ ഹൈലൈറ്റ് ചെയ്യണം. നമ്മൾ മെയിനായിട്ട് പ്രയോറിറ്റി കൊടുക്കേണ്ടത് അതിനാണല്ലോ. സോ കോളേജിൽ സെക്യൂർഡ് ആയിട്ട് സ്റ്റുഡൻസിനെ കെയർ ചെയ്യത്തുള്ളൂ. പക്ഷെ ഇൻസൈഡ് ഫ്രീ സ്റ്റൈലാണ്, യാതൊരു റെസ്ട്രിക്ഷനും ഇല്ല. ചില കോളേജിലൊക്കെ ഞാൻ ഒരുപാട് കോളേജ് കവർ ചെയ്യുന്നതാണ്. നമുക്കറിയാം റെസ്ട്രിക്ഷൻസ് കൂടുതലുള്ള കോളേജസ് ഉണ്ട്. ഇവിടെ ഇൻസൈഡ് കോളേജിൽ കുട്ടികൾക്ക് യാതൊരു റെസ്ട്രിക്ഷനും ഇല്ല. അത് തീർച്ചയായിട്ടും ഇല്ല. ഏത് കുട്ടികളുടെ അടുത്തും സംസാരിച്ചു കഴിഞ്ഞാൽ ഇൻസൈഡ് ഫ്രീ ആണെന്ന് പറയത്തുള്ളൂ. നിലവിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇവിടെ ഈ ഒരു കോഴ്സ് മാത്രമാണ് മെയിനായിട്ട് വരുന്നത്. ഏതൊക്കെ കോഴ്സാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്? എക്സൽ എഞ്ചിനീയറിംഗ് കോളേജിനെ സംബന്ധിച്ചിട്ട് നമുക്ക് അറൗണ്ട് 16+ എഞ്ചിനീയറിംഗ് കോഴ്സുകളുണ്ട്. ഇപ്പോൾ റയറസ്റ്റ് ബ്രാഞ്ച് എന്ന് പറയുമ്പോൾ പെട്രോകെമിക്കൽ എഞ്ചിനീയറിംഗ്, സേഫ്റ്റി ആൻഡ് ഫയർ, ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ്, ഫുഡ് ടെക്നോളജി വരുന്നുണ്ട്, പിന്നെ അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് വരുന്നുണ്ട്. അത് ശരിക്കും ഒരു റയർ ബ്രാഞ്ചാണ്. കാരണം BSc അഗ്രികൾച്ചറിന്റെ ഒരു കണ്ടിന്യൂഷന്റെ ഒരു ടെക്നിക്കൽ സൈഡാണ്. അതങ്ങനെ മലയാളീസ് ചൂസ് ചെയ്യാറില്ല. പക്ഷെ നമ്മളെപ്പോഴും പ്രിഫർ ചെയ്യുന്ന ഒരു കോഴ്സാണ് അഗ്രികൾച്ചർ. പിന്നെ നോർമലി നമുക്ക് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് വരുന്നുണ്ട്. പിന്നെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ബിസിനസ് സിസ്റ്റം, അതൊരു റയർ ബ്രാഞ്ചാണ്. നമ്മളധികം കോളേജിലെ ഫെമിലിയർ അല്ലാത്തൊരു ബ്രാഞ്ചാണ്. കാരണം ഒരു ബിസിനസ് ഓറിയന്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റും കൂടി ഇൻക്ലൂഡ് ചെയ്ത് വരുന്ന ഒരു ബ്രാഞ്ചാണ്. പിന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റ സയൻസ് വരുന്നുണ്ട്. നമ്മൾ റീസെന്റ് ആയിട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ AI ML, AIDS, CSBS, CSE ഈ 4 ബ്രാഞ്ചും അവൈലബിൾ ആയിട്ടുള്ള ക്യാമ്പസാണ്. നമുക്ക് ഒരു 7 ബ്രാഞ്ച് എഞ്ചിനീയറിംഗിന് NBA അക്രിഡിക്ഷൻ ആണ്. അത് നാഷണൽ ബോർഡ് ഓഫ് അക്രിഡിക്ഷന്റെ ന്യൂഡൽഹി സർട്ടിഫൈഡ് ക്യാമ്പസ് ആണ്. അത് 7 ബ്രാഞ്ചിന് 7 ബ്രാഞ്ച് ഒന്നും അങ്ങനെ NBA അക്രിഡിക്ഷൻ ക്യാമ്പസ് വേറെ എവിടെ എഞ്ചിനീയറിംഗിന് വരുന്നില്ല. പിന്നെ ഓൾ എഞ്ചിനീയറിംഗ് ക്യാമ്പസ് വരുന്നത് NAC A+ ഗ്രേഡ്, അത് നാഷണൽ അസസ്മെന്റ് അക്രിഡിറ്റേഷൻ കൗൺസിലിന്റെ A+ ഗ്രേഡഡ് ക്യാമ്പസ് ആണ്. വിത്ത് ഓട്ടോണോമസ് ആണ്. അതായത് കുട്ടികളെ സംബന്ധിച്ച് ഓട്ടോണോമസ് ക്യാമ്പസിൽ NAC A+ കൂടി NBA അക്രിഡിറ്റേഷൻ കോഴ്സുകൾ പഠിക്കാം. അത് എല്ലാം കൂടി ഇപ്പൊ NAC ചിലർക്ക് A വരാറുള്ളൂ, B+ വരാറുള്ളൂ, ചിലർക്ക് AA+ വരാറുണ്ട്. നമ്മൾ മേളിലോട്ടുള്ളതിനെ കുറിച്ച് പറയണല്ലോ. സോ നമുക്കിവിടെ A+ ഗ്രേഡഡ് ക്യാമ്പസ് ആണ് NACന്റെ, വിത്ത് NBA അക്രിഡിറ്റേഷൻ ആണ്, ഓട്ടോണോമസ് ആണ്. നിലവിൽ ഇവിടെ എത്ര % കേരള സ്റ്റുഡൻസ് ആണുള്ളത്? നമുക്കിപ്പോ എഞ്ചിനീയറിംഗിലൊക്കെ 50% കേരള സ്റ്റുഡൻസ് ആണ്. നമുക്കിവിടെ കേരള മാത്രമല്ല വരുന്നത്. നമുക്ക് ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് കേരളയുടെ പുറമെ നോർത്ത് ഇന്ത്യൻസ് വരുന്നുണ്ട്. ഇപ്പോൾ നേപ്പാൾ സ്റ്റുഡൻസ് വരുന്നുണ്ട്, മണിപ്പാൽ, ഭൂട്ടാൻ, അങ്ങനെ ഒരുപാട് ഏരിയയിൽ നിന്നുള്ള കുട്ടികൾ വരുന്നുണ്ട്. സിക്കിം സ്റ്റുഡൻസ്, നാഗാലാൻഡ് വരുന്നുണ്ട്. നമ്മൾ കേരളത്തിൽ മാത്രമല്ല വേറെ നമുക്ക് നോർത്ത് ഇന്ത്യൻസ് എന്നുള്ള കാറ്റഗറിയിലോട്ട് പോകുമ്പോൾ ഒരുപാട് കുട്ടികൾ വരുന്നുണ്ട്. നോർത്ത് ഇന്ത്യൻ കാറ്റഗറി അല്ല, നമുക്ക് ഹൈദരാബാദ്, ആന്ധ്ര വരുന്നുണ്ട്, ആന്ധ്ര സ്റ്റുഡൻസ് വരുന്നുണ്ട്, കർണാടക സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ട്, പിന്നെ ഫോറിൻ സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ട്. ഇപ്പൊ MNE സ്റ്റുഡൻസ് ഉണ്ട്, സുഡാൻസ് ഉണ്ട്, സൗദി സെറ്റിൽ ആയിട്ടുള്ള കുട്ടികൾ പഠിക്കുന്നുണ്ട്. നമുക്കിവിടെ നോർത്ത് ഇന്ത്യൻ അഡ്മിഷൻ, അബ്രോഡ് അഡ്മിഷൻ ഡീൽ ചെയ്യാൻ വേണ്ടി, ഫോറിൻ അഡ്മിഷൻ ഡീൽ ചെയ്യാൻ വേണ്ടി മാത്രം സെപ്പറേറ്റ് ഒരു വിങ് ഉണ്ട്. നമ്മളിവിടെ കേരള അഡ്മിഷൻ വിങ് ആണ്. പിന്നെ നമുക്ക് തമിഴ് സ്റ്റുഡൻസും പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒട്ടുമിക്ക പാരന്റ്സിനും സ്റ്റുഡൻസിനുള്ള സംശയമാണ് ഈ പറഞ്ഞ കോഴ്സ് ആൺകുട്ടികൾക്ക് മാത്രമാണോ അതോ പെൺകുട്ടികൾക്ക് എടുത്ത് പഠിക്കാൻ പറ്റിയ? നമുക്ക് നിങ്ങൾക്ക് ആ ഡൗട്ട് മാറിയിട്ടുണ്ടാവും. കാരണം നമ്മൾ ആ ലാബ് കവർ ചെയ്യുന്ന സമയത്ത് എത്ര ബോയ്സ് ആണുള്ളത്, അതിന്റെ ഒരു 40% ഗേൾസ് ഉണ്ട്. തമിഴ്സ് വരുന്നുണ്ട്, മലയാളീസും വരുന്നുണ്ട്. അതങ്ങനെ ഗേൾസിനും ബോയ്സിനൊന്നും ഇല്ല. നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏത് ഇപ്പോ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ ഒരു ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞല്ലോ, അത് ലീഡ് ചെയ്യുന്ന ഒരു ലേഡിയാണ്. അത്ര ഡിഫിക്കൽട്ട് അല്ല പെട്രോകെമിക്കൽ പഠിക്കാൻ, അത്രേ ഉള്ളൂ. കാരണം അത്ര ഡിഫിക്കൽട്ട് അല്ല പെട്രോകെമിക്കൽ ജോലി ചെയ്യാനും. സോ ഇപ്പൊ എല്ലാവരും അഡ്വഞ്ചർ ആയിട്ടുള്ള കോഴ്സുകൾ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അപ്പൊ അവരെ സംബന്ധിച്ചിട്ട് പെട്രോകെമിക്കലോട്ടൊക്കെ കൂടുതൽ ഗേൾസ് വരണമെന്നാണ്. കാരണം ഓയിൽ ആൻഡ് ഗ്യാസ്, റിഫൈനറി, റിഗ്, ഇപ്പൊ ഞാൻ പെട്രോകെമിക്കൽ കഴിഞ്ഞതാണ്. എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ ഇന്റേൺഷിപ്പ് ചെയ്തിരുന്നത് ONGC-ലാണ്, ഗുജറാത്ത് ONGC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സ്റ്റുഡൻസിനും എന്ത് ചെയ്യാൻ പറ്റില്ല, ഡയറക്റ്റ് പോയിട്ട് ഇന്റേൺഷിപ്പ് ചെയ്യാൻ പറ്റുന്നതല്ല, ഗവൺമെന്റിന്റെ ആണ്. അതായത് ONGC വെൽ തന്നെ അവിടെ ഒരു എത്രയോ കിലോമീറ്റേഴ്സ് ഉണ്ട്, അഹമ്മദാബാദിലാണ്, വെൽ സെക്യൂർഡ് ആണ്. നമുക്ക് അങ്ങനെ ഔട്ട്സൈഡേഴ്സിനെ പോലെ ആക്സസ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് കോളേജിൽ നിന്ന് പ്രോപ്പർ ആയിട്ടുള്ള ബോണഫൈഡ് സപ്പോർട്ട് ചെയ്യും. നമ്മൾ നമ്മുടെ ഒരു ടാലന്റും കൂടി വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ കോളേജിൽ നിന്നുള്ള കറക്റ്റ് സപ്പോർട്ട് ഉണ്ടാവും. എല്ലാ വർഷവും ONGC-യിൽ കുട്ടികൾ പോകുന്നുണ്ട്. റീസെന്റ് ഇയേഴ്സിൽ കുട്ടികൾ ഇപ്പോൾ 2 വർഷമായിട്ട് പോയിട്ടില്ല ONGC, പകരം വേറെ ഇൻഡസ്ട്രി ഉണ്ട്. അതിന് കാരണം കുട്ടികൾ
പോകുന്നില്ല. നമ്മളൊക്കെ പഠിച്ചിരുന്ന സമയത്ത് നമ്മുടെ സീനിയേഴ്സ് ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. അപ്പം നമ്മൾ കൂടുതലും സീനിയേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരുന്ന ഫൈനൽ ഇയർ ആകുമ്പോൾ ഇന്റേൺഷിപ്പിന്റെ പർപ്പസിനും നമ്മൾ ജോലി എങ്ങനെ മുന്നോട്ട്, അപ്പോൾ അവര് സപ്പോർട്ടീവ് ആയിരുന്നു. ഇപ്പോൾ സപ്പോർട്ടീവ് അല്ലാത്തല്ല, കുട്ടികൾക്ക് ഇപ്പോൾ നിയർ ബൈ ഇൻഡസ്ട്രീസ് കിട്ടുന്നുണ്ട്. പിന്നെ കോളേജ് വളരെ അഡ്വാൻസ്ഡ് ആയി, കാരണം നമുക്ക് തൊട്ടടുത്ത് തന്നെ ഏത് ഇൻഡസ്ട്രി ആണുള്ളത് അവിടെ പോയി ഇന്റേൺഷിപ്പ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. സോ അവർ അത് ചൂസ് ചെയ്യുന്നു. ONGC ഇപ്പോഴും അവൈലബിൾ ആണ്. അപ്പോൾ അവിടെ പോയിരുന്ന സമയത്ത് ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അവിടെ പോയിരുന്ന സമയത്ത് ഞാൻ ലീഡ് ചെയ്തിരുന്ന കെമിക്കൽ ഡിപ്പാർട്ട്മെന്റ് ലീഡ് ചെയ്തിരുന്ന ഒരു ലേഡിയാണ്. ഞാൻ പറഞ്ഞ ഓയിലിന്റെ ഡിസ്ട്രാക്ഷൻ അല്ല, സ്റ്റോറേജ് ആയിരുന്നു. ഓയിൽ സ്റ്റോറേജിലായിരുന്നു എൻ്റെ ഒരു 2 weeks ഇന്റേൺഷിപ്പ് വരുന്നത്. അത് ടോട്ടലി ഇൻചാർജ് ലീഡ് ചെയ്തിരുന്ന ലേഡിയാണ്. ലേഡിനെ അസിസ്റ്റ് ചെയ്തിരുന്ന ഒരു ഗുജറാത്തി സാറാണ്. സോ അവിടെ ലീഡ് ചെയ്തിരുന്ന ലേഡിയാണ്. അവര് M.Tech കഴിഞ്ഞു, ഗേറ്റ് എക്സാം കരുതി ഡയറക്റ്റ് ഗവൺമെന്റിലോട്ട് കയറിയതാണ്. ഏത് വിഭാഗത്തിലുള്ള ആളുകൾക്കാണെങ്കിൽ ചൂസ് ചെയ്യാം. ഇപ്പൊ ONGC-ലൊക്കെ മെജോറിറ്റിയും ലേഡീസ് ആണ്. ഒന്നുമല്ല, കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് നമുക്ക് സ്കില്ലുള്ള ആളുകളും ഗേറ്റ് എക്സാമും കാര്യങ്ങളും എഴുതി ആ ഒരു ഓറിയന്റഡ് ആയിട്ടുള്ള ടോപ്പ് ലെവലിലോട്ട് എത്താൻ വേണ്ടി ശ്രമിക്കും. ഗേൾസിന് ഈസി. ഇപ്പൊ കഴിഞ്ഞ വർഷം 2 മലയാളി പെൺകുട്ടികൾ പഠിച്ചിറങ്ങിയിട്ടുണ്ട്. അവർക്ക് പെട്രോ കെമിക്കൽ മതിയെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്നതാ. നോർമലി നമ്മൾ കൗൺസിൽ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അവർക്ക് അത് ട്രിവാൻഡ്രത്ത് നിന്നുള്ളൊരു കുട്ടിയാണ്. ആ കുട്ടി നമ്മൾ റെഫറൻസിൽ നിന്ന് വന്ന കുട്ടികളാണ്. ആ കുട്ടി പഠിച്ചിറങ്ങി, അവർ ഇന്റേൺഷിപ്പ് ചെയ്തിട്ടുണ്ട്. ഗേൾസിനും ഈക്വലി ഏത് കാറ്റഗറി ആൾക്കാർക്കും ജോലി ചെയ്യാവുന്ന ഒരു കോഴ്സാണ്. അത്ര ഭാരമുള്ള കോഴ്സുകളൊന്നും അല്ല. പെട്രോളിയം കുറച്ചൊരു ഡിഫിക്കൽട്ട് ആണ്, കാരണം ഡയറക്റ്റ് നമുക്ക് റിഫൈനറിയിലോട്ടൊന്നും മാത്രമല്ല, അവർ കുറച്ചും കൂടി ടെക്നിക്കൽ ഓറിയന്റഡ് ആണ്. പെട്രോകെമിക്കൽ കുറച്ച് ഈസി കോഴ്സാണ്, അത്ര വലിയ പ്രശ്നമൊന്നുമില്ല. നിലവിൽ ഇപ്പൊ ഈ പറഞ്ഞ ഇത്തരം കോഴ്സുകൾക്കുള്ള പ്രായോഗിക യോഗ്യത എന്തൊക്കെയാണ് ക്രൈറ്റീരിയാസ്? നമുക്ക് എല്ലാ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചസിനുള്ള ഒരു നോർമൽ ക്രൈറ്റീരിയാസ് ഉള്ളൂ. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ +2 നമ്മൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് 50% എലിജിബിൾ ആയിരിക്കും. നമുക്ക് 3 കാറ്റഗറി ഒരു 50% നമ്മൾ മിനിമം ക്വാളിറ്റി മീൻസ് നമ്മൾ മിനിമം ക്വാളിഫിക്കേഷൻ കൊടുക്കുന്നത്. എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ 50%. അതുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് എഞ്ചിനീയറിംഗ് എടുക്കാവുന്നുള്ളൂ. ഇപ്പം മെഡിക്കലിനാണെങ്കിൽ PCB, അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയിൽ ഒരു 50% എന്ത് വേണം, നമുക്ക് എക്സ്ട്രാ മാർക്ക് വേണം, പെർസെൻറ്റേജ് വേണം. നമുക്ക് +2 സയൻസ് ആയിരിക്കണം. അത് കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിലും ബയോ സയൻസ് ആണെങ്കിലും വളരെ സിമ്പിളായിട്ട് എടുക്കാവുന്നുള്ളൂ. നമുക്ക് മിനിമം ക്വാളിഫിക്കേഷൻ 50 മിനിമം ക്വാളിഫിക്കേഷൻ എല്ലാവർക്കും ഉണ്ടാവും. അങ്ങനെ PCM അല്ലേ, കട്ട് ഓഫ് ഒരു 50 മതി. നിലവിൽ ഇപ്പം ഈ പറഞ്ഞ പോലെ പെട്രോ കെമിക്കൽ, അതുപോലെ തന്നെ ഫയർ ആൻഡ് സേഫ്റ്റി, ഇത്തരം കോഴ്സുകൾ ഭാവിയിൽ എത്രമാത്രം സാധ്യത ഉണ്ട്? ഇനി അങ്ങോട്ട് ഡെഫിനറ്റ്ലി നമുക്കൊരു സൈഡിൽ മെഡിക്കൽ കോഴ്സുകളുടെ സാധ്യത ഒരിക്കലും തള്ളിക്കളയാൻ പറ്റില്ല, കാരണം ഓപ്പർച്യൂണിറ്റീസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമുക്ക് വേക്കൻസി ലെവലിൽ നോക്കുമ്പോൾ സാലറിയിൽ നല്ലൊരു ഇടിവും സംഭവിച്ചിട്ടുണ്ട്. വളരെ ലിമിറ്റഡ് കോഴ്സുകൾക്ക് മാത്രമേ വളരെ ബേസിക് ആയിട്ടുള്ള ബെറ്റർ സാലറി പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. പക്ഷേ എഞ്ചിനീയറിംഗ് കോഴ്സുകളെ സംബന്ധിച്ച് ഇനി അങ്ങോട്ട് കോർ ബ്രാഞ്ചുകളുടെ കാലഘട്ടമാണ്. കോർ ബ്രാഞ്ച് എന്ന് പറയുമ്പോൾ ഇപ്പം മെക്കാനിക്കൽ, പെട്രോ കെമിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ടെക്നിക്കലി കോർ ബ്രാഞ്ചസിൻ്റെ ചാൻസുകൾ കൂടിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പം അത്തരത്തിലൊരു സാഹചര്യം വെച്ച് നോക്കുമ്പോൾ പെട്രോ കെമിക്കലൊന്നും ഒരിക്കലും ഇനി അങ്ങോട്ട് സാധ്യത തള്ളിക്കളയാൻ പറ്റാത്തൊരു മേഖലയാണ്. കാരണം ഇപ്പം നമ്മുടെ നാട്ടിലെ അടിയന്തരാവസ്ഥ കാലത്തിനുള്ള ഒരു എന്താ പറയുക സാധ്യതകൾ മുന്നിട്ട് കണ്ടുകൊണ്ടിരിക്കുക. സ്വാഭാവികമായിട്ടും നമുക്ക് ഹൈ ലെവൽ ഓഫ് എന്താ പറയുക സ്റ്റോറേജും കാര്യങ്ങളും നമുക്ക് യൂസ്ഫുൾ ആണ്. ഇൻ ദ കേസ് ഓഫ് ക്രൂഡ് ഓയിൽ ആണെങ്കിലും കെമിക്കൽ ഇൻഡസ്ട്രി ആണെങ്കിലും നമുക്ക് നമ്മുടെ എക്സ്ട്രാക്ഷൻ മേഖലയുടെ ഓപ്പർച്യൂണിറ്റീസ് കൂടിക്കൊണ്ടിരിക്കുക. സോ ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡ് എപ്പോഴും ഇനി അങ്ങോട്ട് ഏറ്റവും കൂടുതൽ ഇപ്പം തന്നെ എന്തോ ഒരു ന്യൂസ് ഞാൻ കണ്ടായിരുന്നു, നാട്ടിൽ എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട്, അപ്പോൾ ഇന്ത്യൻ ഓയിൽ ഓഫർ ചെയ്യുന്നുണ്ട് ഇത്ര ലിറ്റർ സ്റ്റോറേജ് നമ്മുടെ രാജ്യത്ത് അവൈലബിൾ ആണെന്ന് പറഞ്ഞിട്ട്. സോ നമുക്ക് എപ്പോഴും കെമിക്കൽ ആൻഡ് ക്രൂഡിൻ്റെ ഇൻഡസ്ട്രിയുടെ മേഖലകൾ സാധ്യതകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതൊന്നുമില്ല, നമുക്ക് നാട്ടിൽ വലിയൊരു യുദ്ധമോ കാര്യങ്ങളോ നമുക്ക് ആ ലെവലൊന്നും അറിയാൻ ചിന്തിക്കാറില്ല. നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും രീതിയിലുള്ള ഒരു അടിയന്തരാവസ്ഥ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മൾ ആദ്യം ബാധിക്കപ്പെടാൻ പോകുന്ന ഈ ഓയിലിൻ്റെ പ്രശ്നം കാരണമാവും. ഇപ്പോൾ ഒരു ടൈമിൽ അങ്ങനെ വന്നിട്ടുണ്ട്. ആ സമയത്ത് ഇൻഡസ്ട്രിയിലെ സ്റ്റോറേജസിന് ഇപ്പോൾ ഇന്ന് 50 രൂപക്ക് കിട്ടുന്ന സാധനം അന്ന് 500 രൂപ അവരെന്ത് ചെയ്യും, ഡിമാൻഡ് ചെയ്യും. സോ എപ്പോഴും ഓയിൽ ഇൻഡസ്ട്രിയുടെ അതേപോലെ തന്നെ പെട്രോളിയം ഇൻഡസ്ട്രിയുടെ വാല്യൂ, അതായത് ഡിപ്പാർട്ട്മെന്റ്സിന്റെ സാധ്യതകൾ കൂടിക്കൊണ്ടിരിക്കുള്ളൂ. അതിന്റെ സാധ്യതകൾ കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് എന്ത് വേണം, നമുക്ക് സേഫ്റ്റിയുടെ ഡിപ്പാർട്ട്മെന്റ്സിന്റെ സാധ്യത പാരലലി പോയിക്കൊണ്ടിരിക്കുക. അതായത് ഒരു പാരലൽ സ്കെയിലിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഇപ്പൊ ഒരു പെട്രോ കെമിക്കൽ ഇങ്ങോട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ അതിന്റെ മുകളിലോട്ട് സേഫ്റ്റി വേണം. സോ ഒരു ഓയിൽ ആൻഡ് ഗ്യാസിന്റെ അല്ലെങ്കിൽ ഒരു റിഗ് അല്ലെങ്കിൽ റിഫൈനറി അല്ലെങ്കിൽ വലിയൊരു ഇൻഡസ്ട്രി, ആ ഒരു ഇൻഡസ്ട്രിയുടെ സാധ്യത ഇങ്ങോട്ട് കൂടുന്നതിനനുസരിച്ചിട്ട് പാരലൽ അതിന്റെ സേഫ്റ്റി ഗ്രാഫ് മുകളിലോട്ടേ വരത്തുള്ളൂ. കാരണം ഒരു വലിയൊരു ഇൻഡസ്ട്രി ഫോം ചെയ്യുമ്പോൾ
അതിലും വലിയ രീതിയിൽ അവിടുത്തെ സേഫ്റ്റി പർപ്പസ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഉറപ്പ് വരുത്തണം. സോ സേഫ്റ്റി ഡെഫിനറ്റ്ലി അതിൻ്റെ ഇൻഡസ്ട്രിയുടെ ലെവലിൻ്റെ ഗ്രാഫ് ലെവൽ അനുസരിച്ചിട്ട് സേഫ്റ്റിയുടെ ഡിപ്പാർട്ട്മെൻറ്റും ലെവൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നിലവിൽ ഒട്ടുമിക്ക സ്റ്റുഡൻസിനുള്ള സംശയമാണ് ബിടെക്കിലാണല്ലോ പ്രോഗ്രാം വരുന്നത്. അപ്പോൾ പഠിക്കാൻ നല്ല ടഫാണോ? അല്ല, നമുക്ക് എല്ലാ എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്കും വളരെ ബേസിക് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന സബ്ജക്ട്സ് ഉണ്ട്. ഇപ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ലാബ്, പിന്നെ ഈവൻ എല്ലാ ബ്രാഞ്ചിനും, ഇപ്പോൾ മെഡിക്കലിനാണെങ്കിലും ആർക്കിടെക്റ്റിനൊക്കെ വരുന്ന ഒരു എൻവിറോൺമെന്റൽ സയൻസ്, പിന്നെ P1, P2, M1, M2 ഇതൊക്കെ കോമൺലി എല്ലായിടത്തും ഉള്ളത് തന്നെ. അതായത് +2ൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ, ഒരു അപ്ഡേറ്റഡ് കണ്ടിന്യൂവേഷൻ അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഡിപ്പാർട്ട്മെന്റ്, ഇപ്പോൾ പെട്രോകെമിക്കൽ ആണെങ്കിൽ എന്തായാലും കെമിസ്ട്രി വരുന്നുണ്ട്, നമുക്ക് ഇല്ലാന്ന് വളരെ സിമ്പിളാന്ന് പറയാൻ പറ്റില്ല. പക്ഷേ നമുക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്ന തമിഴ്നാട് ഗവൺമെന്റിന്റെ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള അണ്ണാ യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കേഷൻ ആണ്. പഠിക്കാൻ ടഫ് ആണോന്ന് വെച്ച് കഴിഞ്ഞാൽ കെമിസ്ട്രി വരുന്നുണ്ട്. കെമിസ്ട്രി താല്പര്യമില്ലാത്ത ആളുകൾ ഉണ്ടാവാം, പക്ഷേ സിമ്പിളായിട്ട് പഠിക്കാവുന്നുള്ളൂ. നമ്മൾ സംഭവത്തിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ആ ഒരു ലെവലിൽ ഫ്ലഡ്ജായി നമ്മൾ പൊക്കോളും. ഞാൻ പഠിച്ചൊരു എക്സ്പീരിയൻസ് വെച്ച് പറയുന്ന കേട്ടോ. കാരണം ഇപ്പോൾ പെട്രോകെമിക്കൽ അല്ലെങ്കിൽ വേറെ ബ്രാഞ്ച് ആണെങ്കിലും ഇത്ര പേപ്പേഴ്സ് നമ്മൾ പഠിക്കണം, ഇതല്ലെങ്കിൽ വേറെ സബ്ജക്റ്റ്. ടെക്നിക്കൽ ആണല്ലോ, നമ്മൾ ടെക്നിക്കൽ സ്റ്റഡിക്ക് വന്നതല്ലേ. സോ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ആ ഒരു ടെക്നിക്ക് കീപ്പപ്പ് ചെയ്യണം. അതാണ് അതിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള കാര്യം. അതുപോലെ തന്നെ ഇവിടെ സ്റ്റുഡൻസിന് വേണ്ടി ഇന്റേൺഷിപ്പ് കാര്യങ്ങൾ, പെട്രോകെമിക്കൽ ആണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഫയർ ആൻഡ് സേഫ്റ്റി ആണെന്നുണ്ടെങ്കിൽ ഇന്റേൺഷിപ്പ് കാര്യങ്ങൾ അവിടെ പ്രൊവൈഡ് ചെയ്യും. ഇന്റേൺഷിപ്പിന്റെ കാര്യം നമ്മൾ നോർമലി ഡിസ്കസ് ചെയ്ത പോലെ തന്നെ നമ്മളൊക്കെ ഒരു ടൈമിൽ ONGCയിലൊക്കെ, അതായത് ഗുജറാത്ത് ONGCയിലൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ FICT വരുന്നുണ്ട്, പിന്നെ നമുക്ക് ഒരുപാട് ഇൻഡസ്ട്രീസ് വരുന്നുണ്ട്. ഇപ്പൊ എനിക്ക് നെയിം പോയിന്റ് ചെയ്യാൻ പറ്റുന്നില്ല. നമുക്കിപ്പോ സേലത്ത് ഇപ്പോൾ കെമിക്കൽ ഇൻഡസ്ട്രി വരുന്നുണ്ട്, കൊച്ചി റിഫൈനറി ഒക്കെ വരുന്നുണ്ടല്ലോ, റിലയൻസിൽ ചെയ്യുന്ന കുട്ടികളുണ്ട്, മംഗലാപുരം ONGCയിൽ ചെയ്യുന്ന കുട്ടികളുണ്ട്, ചെന്നൈ ONGCയിൽ ചെയ്യുന്ന കുട്ടികളുണ്ട്. പിന്നെ ബേസിക് ആയിട്ട് തന്നെ ഇപ്പോൾ പെയിന്റ് കമ്പനീസ് ഉണ്ട്. പെയിന്റ് കമ്പനീസ് അത്യാവശ്യം വരുന്നുണ്ടല്ലോ. ഇപ്പോൾ നിപ്പോൺ, ഏഷ്യൻ പെയിന്റ്സ്, അവിടെയൊക്കെ ഇന്റേൺഷിപ്പ് ചെയ്യുന്ന കുട്ടികളുണ്ട്. അപ്പോൾ കെമിക്കലും ഓയിലും ബോത്ത് ഇന്റേൺഷിപ്പ് ചെയ്യുന്ന കുട്ടികളാണ് കൂടുതൽ. ഇന്റേൺഷിപ്പ് ഒക്കെ പ്രോപ്പറാ കുട്ടികളെല്ലാവരും. നമുക്ക് ഇപ്പൊ സ്റ്റിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഇന്റേൺഷിപ്പിന്റെ ഏതാന്ന് കറക്റ്റ് എനിക്ക് അറിയില്ല, പക്ഷെ നമുക്ക് അതിന് മുന്നത്തെ വർഷം വരെ ചെയ്തുകൊണ്ടിരിക്കുന്നതാ. അപ്പൊ ഈ വർഷം കുട്ടികളൊക്കെ എല്ലാവരും 4th ഇയർ ഓൾമോസ്റ്റ് ഇന്റേൺഷിപ്പിലാണ്. നമ്മൾ പഠിക്കുമ്പോൾ അത്ര ഇന്റേൺഷിപ്പ് ഇല്ല. ലാസ്റ്റ് ഇയർ 2 മാസമേ ഉള്ളൂ. ഈ വർഷം ഫൈനൽ ഇയർ ഓൾമോസ്റ്റ് സ്റ്റുഡൻസ് ഫീൽഡിലാണ്. ഇപ്രാവശ്യം നമ്മൾ ഇങ്ങനെയും കൂടി കൊടുക്കുന്നുണ്ട്. കോളേജിന് ഒരു സെന്റർ ഓഫ് എക്സലൻസ് എന്ന് പറഞ്ഞ സംഭവം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഇന്ന കമ്പനീസിന്റെ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ്സും പ്ലേസ്മെന്റ്സ് എല്ലാം കോളേജിന്റെ അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ആ ഒരു സെന്റർ ഓഫ് എക്സലൻസിയുടെ ഒരു ബെനിഫിറ്റ് കുട്ടികൾക്കും വരുന്നുണ്ട്. പെട്രോകെമിക്കലിനെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ ഡിപ്പാർട്ട്മെന്റ്സ് ചേഞ്ച് ആയി. അപ്പോൾ ഒരുപാട് റിക്രൂട്ട്മെന്റ്സ് ഇപ്പോൾ സാധാരണ കുട്ടികൾ അങ്ങോട്ട് കണ്ടുപിടിക്കുന്നതിന് പകരം ഇപ്പോൾ കോളേജ് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ഇന്റേൺഷിപ്പിന്റെ ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു വർഷത്തിൽ 50 സ്റ്റുഡൻസ് ആണെങ്കിൽ 15 സ്റ്റുഡൻസിനുള്ള ഫീൽഡ് കോളേജ് എന്ത് ചെയ്തുതരും, നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തരും. നമ്മൾ അവിടെ പോയി ചെയ്ത് വന്നാൽ മതി. പിന്നെ നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് കാലിക്കറ്റ് NITയിലൊക്കെ നമ്മൾ ഈ വർക്ക്ഷോപ്പ് ഒക്കെ ചെയ്തിട്ട് എനിക്കൊക്കെ അതിന്റെ സർട്ടിഫിക്കറ്റ് ഉള്ളതാ. വളരെ യൂസ്ഫുൾ ആണ് കേട്ടോ. നമുക്ക് പുറത്തോട്ട് പോകുന്ന ആളുകളെ സംബന്ധിച്ചിട്ട് NIT എന്നൊക്കെ സർട്ടിഫിക്കേഷൻ വരിക എന്ന് പറയുമ്പോൾ ഞാനൊക്കെ ഭയങ്കര എന്താ പറയാ, നമുക്കൊരു ഭാഗ്യം എന്ന് പറയാം. കാരണം നമുക്ക് ONGC ഇന്റേൺഷിപ്പും കിട്ടിയിട്ടുണ്ട്, NITയിൽ വർക്ക്ഷോപ്പും കിട്ടിയിട്ടുണ്ട്. കറക്റ്റ് ടൈം പീരീഡിൽ നമ്മൾ ആ ഒരു കോവിഡിന്റെ സമയത്താണ് ഞങ്ങളുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തത്. ആ സമയത്തൊക്കെ നമുക്ക് സർട്ടിഫിക്കേഷനൊന്നും ഒരു ഡിലേയും വന്നിട്ടില്ല. മാക്സിമം ഒരു 6 മന്ത് കഴിഞ്ഞ കോവിഡിന്റെ ബ്രേക്ക് ഡൗൺ കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടി. എല്ലാവരും വർക്ക് ചെയ്യുന്നവരാണ്. പിന്നെ ഇതിന് മെയിൻ ആയിട്ടുള്ള വേറെ കാര്യം, നമുക്ക് ഫയർ ആൻഡ് സേഫ്റ്റിനെ കുറിച്ചിട്ട് കൂടുതലായിട്ട് പാസ് ഔട്ട് റേഷ്യോ പറയാൻ പറ്റാത്തത് കഴിഞ്ഞ വർഷം കുട്ടികൾ പാസ് ഔട്ട് ആയിട്ടുള്ളൂ. അറ്റ് പ്രസന്റ് എല്ലാവരും സേഫ്റ്റിയിൽ വർക്ക് ചെയ്യുന്ന പിള്ളേരാണ്. പക്ഷെ നമുക്ക് ബൾക്ക് ഓഫ് സ്റ്റുഡൻസ് ആയി വരുന്നുള്ളൂ. കാരണം 5ാമത്തെ ബാച്ചല്ലേ, അപ്പൊ പഠിച്ചിറങ്ങിയ കുട്ടികളുടെ എണ്ണം കുറവാണ്. പിന്നെ പെട്രോകെമിക്കലിനെ സംബന്ധിച്ച് നമ്മുടെ കൂടെയുള്ള ഓൾമോസ്റ്റ് ആളുകളും കാനഡ, UK, ജർമ്മനിയിൽ ഈ ഹയർ സ്റ്റഡീസ് വിത്ത് ജോബ് ചെയ്യുന്ന ആളുകളാണ്. കാനഡ കാൽഗരിയിലും ടൊറന്റോയിലും ഒക്കെ, ടൊറന്റോ ഒക്കെ മെയിൻ ആയിട്ടുള്ള പ്രൊവിൻസ് ആണല്ലോ, അവിടെയൊക്കെ വർക്ക് ചെയ്യുന്ന കുട്ടികളുണ്ട്. UK ഹയർ സ്റ്റഡീസ് ചെയ്യുന്ന കുട്ടികളുണ്ട്. ഈ പെട്രോകെമിക്കൽ കഴിഞ്ഞാൽ ഒരുപാട് അതായത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള എന്താ പറയാ, ഇഷ്ടം പോലെ അൺകൗണ്ടബിൾ ടൈപ്പ് ഓഫ് സ്കിൽ പ്രോഗ്രാംസ് ഉണ്ട്. കൊച്ചിയിലൊക്കെ SME SIT അങ്ങനെ സംതിങ് ഒരു സ്കിൽ പ്രോഗ്രാം സെന്റേഴ്സ് ഉണ്ട്. ഒരു എന്താ പറയുക, നമുക്ക് എണ്ണാൻ പറ്റാത്ത സ്കിൽ പ്രോഗ്രാംസ് ഉണ്ട്. അതിൽ സേഫ്റ്റി വരുന്നുണ്ട്, ഷട്ടർ, പിന്നെ കെമിക്കലിന്റെ, പിന്നെ ഓയിൽ ആൻഡ് ഗ്യാസിന്റെ, ഡ്രില്ലിങ്, മൈനിങ്, അങ്ങനെ ഇഷ്ടം പോലെ വരുന്നുണ്ട്. എല്ലാ കുട്ടികളും കോഴ്സ് കഴിഞ്ഞാൽ ആദ്യം പോകുന്നത് കൊച്ചിയിലോ ബാംഗ്ലൂരോ 6 മാസത്തെ സ്കിൽ പ്രോഗ്രാമിന് വേണ്ടിയിട്ടാണ്. ആ ഒരു സ്കിൽ പ്രോഗ്രാം കഴിഞ്ഞാൽ തന്നെ അവർക്ക് ഡയറക്റ്റ് ട്രെയിനിങ് ആയിട്ട് ആ
പ്രോഗ്രാം സെന്റേഴ്സ് വഴിയോ കയറാം. അതിനുള്ള റിക്രൂട്ട്മെന്റ് നമ്മൾ ഇവിടുന്ന് ചെയ്തു കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് ഏതൊക്കെ ടൈപ്പ് ഓഫ് സ്കിൽ പ്രോഗ്രാംസ് ആണോ നമുക്ക് വേണ്ടത്. ഇപ്പോൾ കുട്ടികളെ സംബന്ധിച്ച് കുട്ടികൾക്ക് ഇപ്പോൾ പഠിച്ചിറങ്ങി മൈനിങ്ങിലോട്ട് വർക്ക് ചെയ്യണം എന്നുള്ള ആഗ്രഹമുള്ളവരുണ്ടാവും. അപ്പോൾ ചിലർക്ക് ഡയറക്റ്റ് റിഗിലോട്ട് പോകണം എന്നുള്ള ആഗ്രഹം. ഏത് കുട്ടികളാണെങ്കിലും അവരവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള സ്കിൽ പ്രോഗ്രാമോ പ്ലേസ്മെന്റ് റിക്രൂട്ട്മെന്റോ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി നമ്മളിവിടെ തേർഡ് പാർട്ടി ചെയ്തു കൊടുക്കുന്നത്. അത് നമ്മൾ പുറത്തുനിന്ന് ചെയ്തു കൊടുക്കുന്നുണ്ട്. കോളേജിന്റെ എല്ലാ സപ്പോർട്ടും ഉണ്ട്. അത് നമുക്ക് പേഴ്സണലി അറിയാം. കാരണം നമ്മൾക്ക് പഠിച്ച് ഞാൻ ഇവിടുത്തെ ഫോമൽ സ്റ്റുഡന്റ് ആണ്. എനിക്കൊക്കെ ഇവിടുന്ന് ഡയറക്റ്റ് കോളേജിൽ നിന്ന് തന്നെ സേലത്തോട്ട് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് വന്നിട്ടുണ്ട്. അതായത് നമ്മളിവിടെ വർക്ക് ചെയ്യുകയാണെങ്കിൽ പോലും കോളേജ് മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് സേലത്തോട്ട് നല്ലൊരു ഇൻഡസ്ട്രിയിലോട്ട് ജോബ് ഓപ്പർച്യൂണിറ്റി വന്നതാണ്. നമ്മൾ പിന്നെ ആ ഒരു ഫീൽഡ് അങ്ങോട്ട് ചിലർ ഇവിടെ വർക്ക് ചെയ്യേണ്ട നമ്മൾ പുറത്തോട്ട് പോകുന്നുള്ള കൺസെപ്റ്റിലുള്ള ആളുകളായിരിക്കാം. കോളേജ് സപ്പോർട്ടീവാണ്. കോളേജ് എല്ലാ ബ്രാഞ്ചിലും സപ്പോർട്ടീവാണ്. പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ഒരു കോർ ബ്രാഞ്ചസിനൊക്കെ വളരെ സപ്പോർട്ടീവാണ്. കാരണം മറ്റുള്ള കോളേജസിലൊന്നും അങ്ങനെ മെക്കാനിക്കലോ ഇതൊന്നും കഴിഞ്ഞ കുട്ടികൾക്ക് അവരെങ്ങനെ പഠിക്കണം, പഠിച്ചു കഴിഞ്ഞാൽ അവരുടെ ഇഷ്ടത്തിന് പോട്ടെ. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ പഠിച്ചിറങ്ങിയ സ്റ്റുഡൻസിന്റെ ഒരു അലൂമിനീസിന്റെ എല്ലാ രീതിയിലുള്ള ഇൻഫർമേഷൻസും ഇവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഒട്ടുമിക്ക സ്റ്റുഡൻസിനും അതുപോലെ പേരൻസിനുള്ള സംശയമാണ് ഇപ്പോൾ പെട്രോകെമിക്കൽ എഞ്ചിനീയറിംഗ് ഇത് ഭാവിയിൽ ഇപ്പോൾ ഹെൽത്ത് ഇഷ്യൂസ് കാര്യങ്ങൾ ഉണ്ടാവുമോ എന്നുള്ള കാര്യത്തിൽ അതിൽ നിങ്ങൾക്ക് കാരണം പറയാൻ പറ്റുന്നത്? നമ്മള് എല്ലാ വർഷവും കേൾക്കുന്ന ഒരു കോമൺ ആയിട്ടുള്ള സംഭവമാണ് നമ്മുടെ ലൈഫ് സ്പാന് കുറയും. നമ്മുടെ ലൈഫിന്റെ ഒരു ഏജ് ലിമിറ്റിന് ലിമിറ്റേഷൻ വരും. അല്ലെങ്കിൽ 50 വയസ്സ് വരെ ജീവിക്കേണ്ട ആള് 40 വയസ്സ് വരെ, നമ്മൾ 50 വയസ്സ് വരെ ജീവിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അത് വലിയൊരു ഫാക്റ്റാണ്. അത് നമ്മള് ലൈഫ് സ്പാനിനെ ബാധിക്കുന്ന ഒരു സംഭവമില്ല. ഇപ്പൊ ഞാനത് ഒരു കോമിക്കായിട്ട് പറഞ്ഞു. അതായത് നമ്മളെ സംബന്ധിച്ചിട്ട് നമ്മള് ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബ്രാഞ്ച് ഇപ്പൊ പെട്രോകെമിക്കൽ ആണെങ്കിൽ പെട്രോകെമിക്കൽ ഇൻഡസ്ട്രിയില് നമ്മൾ ബിടെക് ഇൻ പെട്രോകെമിക്കലിന്റെ ജോബിന്റെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് ടെക്നിക്കൽ സൈഡാണ്. ഇപ്പൊ നമ്മൾ ഡിപ്ലോമ കഴിഞ്ഞ ആളുകൾ, ഇപ്പോൾ +2 കഴിഞ്ഞിട്ട് ഈ പോളിടെക്നിക്കും മെക്കാനിക്കലൊക്കെ കഴിഞ്ഞ ആളുകൾ റോസ്റ്റർബ്യൂട്ട് ആയിട്ട് അല്ലെങ്കിൽ ഫ്ലോർമാൻ ആയിട്ടൊക്കെ കയറുന്ന ആളുകൾ ഉണ്ടാവും. അവർ കുറച്ച് ടഫസ്റ്റ് ജോബ് തന്നെയാണ്. പക്ഷേ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സിനെ സംബന്ധിച്ചിട്ട് വളരെ ലിമിറ്റഡ് ടൈം പീരീഡ് കഴിഞ്ഞാൽ അവർക്ക് ജോബ് എക്സ്റ്റൻഷൻ വന്നുകൊണ്ടിരിക്കും. ഒരു ഡയറക്റ്റ് ഫേമിലായിരിക്കാം, റിഗിലായിരിക്കാം. പിന്നെ ഈ റിഗ് റിഫൈനറിയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിട്ട് അവർക്ക് ഒരു എത്ര മാസമാണോ വർക്ക് അത്ര ടൈം പീരീഡ് അവർക്ക് ലീവ് ഉണ്ടാവും. ഇപ്പൊ ഒരു മാസത്തിൽ 15 ദിവസം വർക്ക് ആണെങ്കിൽ കറക്റ്റ് 15 ദിവസം ലീവ് ഉണ്ടാവും. അത് നമുക്ക് ഹെൽത്തിന് യാതൊരു രീതിയിലും ബാധിക്കാത്ത രീതിയിലുള്ളതാണ് നമ്മുടെ ജോബിന്റെ ഒരു ക്യാരക്ടർ. അത് അങ്ങനെയാണ്. അത് എല്ലാ റിഗിന്റെ റൂളാണ്. അപ്പൊ നമുക്ക് ഒരിക്കലും ഒരു റിഗിലോ റിഫൈനറിയിലോ ഓഫ് ഷോർ റിഗിലോ ഒരു പെട്രോളിയം ഇൻഡസ്ട്രിയിലോ ഒരു വർഷം കണ്ടിന്യൂസ് ആയിട്ട് ഒരാളെ വർക്ക് ചെയ്യിപ്പിക്കാൻ പാടില്ല. അത് അവർക്ക് ഒരു 1 മന്ത് ആണ്. പിന്നെ വളരെ ഹെൽത്തി ഫുഡ് ആയിരിക്കും. കാരണം നമ്മള് മറ്റേത് മേഖലയിലാണെങ്കിലും ഇപ്പോൾ ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന ഇൻഡസ്ട്രി അത് ഡിപ്പെൻഡ് ഓൺ കമ്പനി. ഇപ്പൊ ലോക്കൽ ബ്രാൻഡ് എന്നല്ല, നമ്മൾ ഇന്ത്യൻ കമ്പനീസോ ചൈനീസ് കമ്പനീസോ അല്ലെങ്കിൽ റഷ്യനെ ഏത് കൺട്രിയിൽ നോക്കുകയാണെങ്കിലും ഒരു ഹൈ സ്റ്റാൻഡേർഡോ ലോ സ്റ്റാൻഡേർഡുള്ള കമ്പനി ആണെങ്കിലും റിഗ് റിഫൈനറിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഫുഡ് സ്റ്റെപ്സ് വളരെ ക്വാളിറ്റി ഉള്ളതായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഇൻസൈഡാണ് വർക്ക് ചെയ്യുന്നത്. നമ്മൾ ഹെൽത്തിനെ ബാധിക്കാത്ത രീതിയിലുള്ള ഫുഡ് സ്റ്റെപ്സ് ആയിരിക്കും നമുക്ക് അവൈലബിൾ ആവുക. അവിടെ തന്നെ നമുക്ക് എൻ്റർ ടൈം ഇപ്പോൾ വലിയ ആറാംകോ പിന്നെ അമേരിക്കൻ കമ്പനി ഉണ്ട് ഷെവറോൺ എന്ന് പറയും. അത്ര ഫെമിലിയർ അല്ല. ഷെവറോൺ എന്ന് പറഞ്ഞാൽ വേൾഡിൽ തന്നെ ഏറ്റവും ടോപ്പസ്റ്റ് പെട്രോളിയം കമ്പനി എന്ന് പറയാം. അവിടെയൊക്കെ ഒരു ഡ്രീമാണ്. ഞാനൊക്കെ പ്ലസ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ സമയത്ത് വെറുതെ ഷെവറോണിന്റെ പേജിലൊക്കെ ഒരു ഹായ് അയച്ചിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നിനല്ല, വല്ലപ്പോഴും റിപ്ലൈ കിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ടാ. കാരണം അവിടെയൊക്കെ ഡ്രീമാണ്. നമുക്ക് എങ്ങനെയെങ്കിലൊക്കെ ജീവിതത്തിൽ കയറി പറ്റിയ ഒരു 5 വർഷം വർക്ക് ചെയ്താൽ മതി, ലൈഫ് ടൈം സെറ്റിൽമെന്റ് ചെയ്യാനുള്ള എല്ലാ. അപ്പൊ അത്രയും വേറെ ഡിപ്പാർട്ട്മെന്റ്സിൽ അത്രയും സാലറി ഇല്ല. നമുക്ക് മറ്റൊരു ബ്രാഞ്ചിലും ഇത്ര സാലറി പ്രൊവൈഡ് ചെയ്യില്ല. എല്ലാത്തിനും ഒരു ലിമിറ്റേഷൻ ഉണ്ട്. സോ ഞാൻ പറഞ്ഞു വന്നത് ലൈഫ് സ്പാനിനെ ബാധിക്കുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം നമ്മള് ക്രൂഡ് ഓയിലാണ് എക്സ്ട്രാക്ട് ചെയ്യുന്നത്. നമ്മൾ ഒരിക്കലും പെട്രോൾ ഉണ്ടാക്കുന്നില്ല. പെട്രോ കെമിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പേരേ ഉള്ളൂ. നമ്മളെ ജോലി പെട്രോൾ ഉണ്ടാക്കില്ല. നമ്മൾ ക്രൂഡ് ഓയിൽ എക്സ്ട്രാക്ട് ചെയ്തിട്ട് ആ ക്രൂഡ് ഓയിലിന്റെ ഡെൻസിറ്റിയും വോളിയം കണ്ടൻസും നോക്കി അത് അതത് ബൈ പ്രോഡക്ട്സിലോട്ടുള്ള കമ്പനിയിലോട്ട് അയക്കുക. ഇപ്പൊ നമ്മളൊരു ക്രൂഡ് ഓയിൽ എടുത്തു. ഈ ഒരു ക്രൂഡ് ഓയിൽ ഒരു ബൈ പ്രോഡക്റ്റ് ആക്കി മാറ്റുമ്പോൾ നമുക്ക് ഒരുപാട് പർപ്പസിന് യൂസ് ചെയ്യാം. അതിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റ് മാത്രമാണ് പെട്രോൾ. ഇപ്പോൾ നമുക്കൊരു എന്താ പറയാ, ചില വേസ്റ്റ് മെറ്റീരിയൽസിന്റെ ഒരു ബൈ പ്രോഡക്റ്റ് ആണ് റോട്ടിൽ യൂസ് ചെയ്യുന്ന താറ്. അതേപോലെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇപ്പോൾ നമുക്ക് കെമിക്കൽ ഒരു വേറെ കോസ്മെറ്റിക്സ്, പെയിന്റ് എല്ലാം ബൈ പ്രോഡക്ട്സ് ആണ്. അപ്പൊ നമ്മൾ ക്രൂഡ് ഓയിൽ എക്സ്ട്രാക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും കടലിലോട്ട് ഇറങ്ങിയിട്ട് ക്രൂഡ് ഓയിൽ കുഴിച്ചെടുക്കുന്നില്ല. എല്ലാം മെഷീനറീസ് ആണ്. മെഷീനറി എക്യുപ്മെന്റ് ഡെവലപ്പർ ആയിട്ട് കയറുക എന്നുള്ള ജോലിയാണ് നമുക്ക്. ആ മെഷീൻസിന്റെ ക്വാളിറ്റി ഇപ്പൊ നമ്മൾ ലാബിൽ കണ്ടില്ലേ, ഇതെല്ലാം റിഗിലും റിഫൈനറും യൂസ് ചെയ്യുന്ന മെഷീൻസ് ആണ്. ഈ മെഷീൻസ് എങ്ങനെ പ്രവർത്തിപ്പിക്കാം എന്നുള്ളതാണ് ഒരു എഞ്ചിനീയറുടെ ബേസിക് ജോലി.
അത് നമ്മൾ കറക്റ്റ് ചെയ്താൽ മതി, അത് നമ്മൾ ബാധിക്കുന്നില്ല. നിലവിൽ ഇപ്പോൾ ഈ പറഞ്ഞ ഇത്തരം കോഴ്സുകൾ പെട്രോ കെമിക്കൽ അതുപോലെ ഫയർ ആൻഡ് സേഫ്റ്റി ഇത്തരം കോഴ്സുകൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഏതൊക്കെ തരം വിദ്യാർത്ഥികൾക്കായിരിക്കും ഇത്തരം കോഴ്സുകൾ ബെറ്റർ? നമ്മളിപ്പോൾ ഈ +2 കഴിഞ്ഞ കുട്ടികൾക്ക് ഇപ്പോൾ ഈ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, കരിയർ മാപ്പിംഗ് ഒക്കെ പോകാറുണ്ട്. അത് കരിയറിന്റെ ആ ഒരു ടെസ്റ്റ് കൊണ്ടൊന്നും നമ്മൾ ഉള്ളിലുള്ള സ്കില്ല് ഒരിക്കലും നമുക്ക് അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് നമുക്ക് തോന്നുന്നില്ല. നമ്മുടെ സ്കില്ല് നമ്മൾ പേഴ്സണലി നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ എനിക്കിപ്പോൾ വരക്കാൻ കഴിവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവനക്കൊരു ആർക്കിടെക്ട് പഠിക്കാം, അല്ലെങ്കിൽ ഫൈൻ ആർട്സിന് പോവാം. ഫൈൻ ആർട്സ് ഫസ്റ്റ്, സെക്കൻഡ് നമുക്ക് കുറച്ച് ഫ്യൂച്ചറിസ്റ്റിക് ആണെങ്കിൽ ആർക്കിടെക്ചറിന് പോകാം. അതേപോലെ തന്നെ നമുക്ക് ടെക്നിക്കൽ ഓറിയന്റഡ് ആയിട്ടുള്ള ജോലിനോട് താല്പര്യം ഉണ്ടെങ്കിൽ, ഇപ്പൊ നമുക്കൊരു എഞ്ചിനീയറിംഗ് ഫീൽഡാണ്, എഞ്ചിനീയറിംഗ് കെമിക്കലും കമ്പ്യൂട്ടർ സയൻസ് തമ്മിൽ ഒരു ബന്ധമില്ല. അപ്പൊ അത്തരത്തിലുള്ളൊരു ടെക്നിക്കൽ ഓറിയന്റഡ് ആയിട്ടുള്ള കുറച്ചും കൂടി അഡ്വഞ്ചർ ആയിട്ടുള്ള ജോലി താല്പര്യമുള്ള ഒരാളാണെങ്കിൽ ഈ ഒരു കോഴ്സ് കാരണം വളരെ ഹൈലി പെയ്ഡ് ആയിട്ടുള്ള സാലറി, കാര്യങ്ങൾ, നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറണം എന്നുള്ള ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും പെട്രോ കെമിക്കൽ ഓർ സേഫ്റ്റി എടുക്കാം. സേഫ്റ്റി ഫസ്റ്റ് ഇമ്പോർട്ടൻസ് തന്നെ ഞാൻ കൊടുക്കും സേഫ്റ്റിക്ക്. ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് സേഫ്റ്റി ഉണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ സേഫ്റ്റി എടുക്കത്തുള്ളൂ. കാരണം കുറച്ചുകൂടി സേഫ്റ്റി എന്ന് പറയുന്ന പോലെ തന്നെ സേഫ് ആയിട്ടുള്ള ജോബാണ്. അതായത് സംഭവം സേഫ്റ്റി ആൻഡ് ഫയർ ആണെങ്കിലും നമ്മുടെ ജോലി സേഫ് ആണ്. നമ്മളങ്ങനെ എപ്പോഴും ഒരു സ്ഫോടനം ഉണ്ടാവുന്ന സ്ഥലത്ത് അല്ലല്ലോ നമ്മൾ ജോലി ചെയ്യുക. നമ്മളൊരു ഇൻഡസ്ട്രിയുടെ സേഫ്റ്റി നോക്കുക, അവിടെ സേഫ്റ്റി മെഷേഴ്സും കാര്യങ്ങളും അവിടെ ഉള്ള സേഫ്റ്റി കൺട്രോളിങ്ങും എപ്പോഴും നമ്മൾ ഉറപ്പ് വരുത്തുക. ഇതാണ് ഒരു സേഫ്റ്റി ഓഫീസറുടെ ജോലി. വളരെ നല്ല ജോബാണ്, എൻ്റെ ഒരു ഒപ്പീനിയനിൽ നല്ല ജോബാണ്. നിലവിൽ അതുപോലെ തന്നെ ഒട്ടുമിക്ക പാരന്റ്സിനും സ്റ്റുഡൻസിനുള്ള സംശയം, ഇത്ര പൈസ കൊടുത്ത് പഠിപ്പിക്കുമ്പോൾ പ്ലേസ്മെന്റ് കാര്യം 100% പ്ലേസ്മെന്റ് ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഇപ്പൊ നമ്മള് കുറച്ചു മുന്നേ നമ്മുടെ കോളേജിന്റെ ടെക്നിക്കൽ ക്യാമ്പസിന്റെ എഞ്ചിനീയറിംഗ് ക്യാമ്പസിന്റെ പ്രിൻസിപ്പൽ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ് ബൊമ്മനരാജ് സാർ പറഞ്ഞ പോലെ, നമ്മൾ റീസെന്റ് പ്ലേസ്ഡ് ആയിട്ടുള്ള കുട്ടികളുടെ പ്ലേസ്മെന്റ് ലിസ്റ്റ് നമ്മൾ വളരെ ഓപ്പൺ ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഔട്ട് ചെയ്തിട്ടുണ്ട്. 6 lakh, 9 lakh, 10 lakh ഒക്കെ ആനുവൽ പേ സ്കെയിലുള്ള രീതിയിലാണ് കുട്ടികൾക്ക് ഇവിടെ പ്ലേസ്മെന്റ് കൊടുക്കുന്നത്. തീർച്ചയായിട്ടും പിന്നെ എല്ലാവരും GCCയെ ഡിപ്പെൻഡ് ചെയ്യത്തുള്ളൂ. നമ്മൾ പഠിച്ചിറങ്ങുന്ന കുട്ടികളെ സംബന്ധിച്ചിട്ട് എല്ലാവർക്കും ഇപ്പോൾ ഗൾഫ് കൺട്രീസ് ആണ് കൂടുതൽ താല്പര്യം. കാരണം നാട്ടിൽ നിൽക്കുന്നില്ല, പഠിക്കാനോ നാട്ടിൽ നിൽക്കുന്നില്ല, പിന്നെ ജോലിക്കാരും നിൽക്കില്ലല്ലോ. അതുകൊണ്ട് ഒരിക്കലും ആർക്കും ഇവിടുത്തെ ഒരു ലൈഫ് സ്റ്റൈൽ മാറണം എന്നുള്ള ഫസ്റ്റ് ലൈഫ് സ്റ്റൈലാണ്. ആ ലൈഫ് സ്റ്റൈൽ മാറാൻ ഏറ്റവും നീഡ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവം ക്യാഷാണ്. കൂടുതലല്ല പുറത്ത് നമുക്ക് അതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാകുമ്പോൾ ആരും നാട്ടിൽ നിൽക്കാറില്ല, മീൻസ് ആരും സെലക്ട് ചെയ്യാറില്ല. തമിഴ് സ്റ്റുഡൻസ് ആണ് കൂടുതൽ എടുക്കാറ്. പക്ഷെ കഴിഞ്ഞ വർഷമൊക്കെ മലയാളി സ്റ്റുഡൻസ് പോയിട്ടുണ്ട്. അതൊക്കെ എക്സ്പീരിയൻസിന് വേണ്ടി പഠിച്ചിറങ്ങി വിദേശത്താണ് സാധ്യതകൾ കൂടുതൽ വരുന്നത്. തീർച്ചയായിട്ടും വിദേശത്താണ് നമുക്ക് എക്കണോമിക്കൽ ഗ്രോത്ത് വിദേശത്താണ്, അങ്ങനെ പറയാൻ പറ്റും. ഇൻഡസ്ട്രീസ് ഒരിക്കലും നമ്മുടെ നാട്ടിൽ കുറവാന്ന് പറയാൻ പറ്റില്ല. കാരണം ഇന്ത്യയിൽ ഒരുപാട് ഇൻഡസ്ട്രീസ് ഉണ്ട്. ഗുജറാത്ത്, മുംബൈ, പിന്നെ ഗുജറാത്തിൽ തന്നെ എൻ്റെ ഒരു സുഹൃത്ത്, എൻ്റെ സീനിയർ ആയിരുന്നു. പുള്ളി ഒരുപാട് വർഷം NGC അല്ല, ഗുജറാത്തിലൊരു ഫേമിൽ വർക്ക് ചെയ്തിട്ട് ആളിപ്പോൾ ഇറാഖിൽ വർക്ക് ചെയ്യണം. പുള്ളി ഇന്നലെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു അഡ്മിഷൻ റിലേറ്റഡ് ആയ കാര്യത്തിൽ പേര്. അപ്പോൾ എൻ്റെ ഡയറക്റ്റ് സീനിയറാണ്. അങ്ങനെ ഒരുപാട് കൺട്രിയിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്. അവിടെ സംബന്ധിച്ചിട്ട് നമുക്ക് പുറത്താവുമ്പോൾ നമുക്ക് കുറച്ചുകൂടി സാലറിയിലും നമ്മുടെ പാക്കേജിലും ഡിഫറൻസ് വരും. ഇപ്പം നമ്മുടെ നാട്ടിലൊരു എക്കണോമി അനുസരിച്ചിട്ടുള്ള രീതിയിലല്ലേ നമുക്ക് പേ ഔട്ട് തരുള്ളൂ. പുറത്ത് കുറച്ചും കൂടി കൂടുതലാണ്. സോ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ആളുകൾ പുറത്തേ ചൂസ് ചെയ്യുള്ളൂ. അല്ലാതെ നാട്ടിൽ ജോലി ഇല്ലാത്ത പ്രശ്നമില്ല, ഇൻഡസ്ട്രി ഒരുപാട് കൂടുതലാണ്. ഓക്കെ, നിലവിൽ ഇവിടെ എത്ര സീറ്റാണ് ഇപ്പോൾ ഈ പറഞ്ഞ 2 കോഴ്സിന് അവൈലബിൾ ആയിട്ടുള്ളത്? നമുക്ക് ടോട്ടൽ 50-60 സീറ്റ് വെച്ചിട്ടാണ് നമുക്ക് ഓരോ കോഴ്സിന് അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ നമുക്കിപ്പോൾ കേരള സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യുന്ന വളരെ കുറഞ്ഞ ഫീസേ ഉള്ളൂ. ഒരു 80,000 ഇയർലി ഫീസ്, നമ്മൾ 80-90 ആ ഒരു റേഞ്ചിൽ നമുക്ക് കോഴ്സിന് ഇയർലി ഫീസ് വരുന്നുള്ളൂ. ഒരു ബുക്കിംഗ് എമൗണ്ട് ഉണ്ടാവും ഒരു 20,000. അങ്ങനെ നമുക്ക് വളരെ കുറഞ്ഞ ഫീസേ കൊടുക്കുന്നുള്ളൂ. ഒരു 1.5-2 ആ രീതിയിലൊന്നും നമ്മൾ ഫീസ് കൊടുക്കുന്നില്ല. ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഭയങ്കര കൂടുതലായിരുന്നു ഫീസ്. നമ്മൾ കേരള സ്റ്റുഡൻസിന്റെ ഫ്ലോ കൂടുതൽ കാരണം നമ്മൾ അഫോർഡബിൾ ഫീസിലോട്ട് കോളേജ് മാനേജ്മെന്റ് തന്നെ സംസാരിച്ചിട്ട് ഒരു റീസണബിൾ ഫീസിന് കൊണ്ടുവന്നത്. കാരണം എല്ലാ റേഞ്ചിലുള്ള എല്ലാ ഫിനാൻഷ്യൽ സ്റ്റേബിൾ ആയിട്ടുള്ള ഫിനാൻഷ്യൽ സ്റ്റേജിലുള്ള ആളുകൾക്കും പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഈ വർഷം എന്നല്ല കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഫീസ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു വർഷം അതിൻ്റെ ഒരു വലിയ രീതിയിലുള്ള ഹൈക്ക് വരാറില്ല. ഹോസ്റ്റലും നമ്മൾ കേരള ഹോസ്റ്റലാണ്. കേരള ഹോസ്റ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഉള്ളത്, പക്ഷേ കേരള സ്റ്റുഡൻസ് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന ഹോസ്റ്റലാണ്. ഫസ്റ്റ് ഇയർ കുട്ടികൾക്ക് സെപ്പറേറ്റ് ഹോസ്റ്റലാണ് കൊടുക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് എന്താ പറയുക, കേരള ഫുഡാണ്. മലയാളീസിന് സെപ്പറേറ്റ് ഫുഡാണ്, നോർത്ത് ഇന്ത്യൻസിന് സെപ്പറേറ്റ് ഫുഡാണ്. നല്ല ഫുഡാണ്, കുഴപ്പമൊന്നുമില്ല. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഫുഡാണ്. മറ്റു ഹോസ്റ്റൽസ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നല്ല ഫുഡാണ്. ഓക്കെ, നിലവിൽ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള എക്സ്ട്രാ അഡീഷണൽ കരിക്കുലം ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ് ഉള്ളത്? നമുക്ക്
കോളേജിന്റെ അകത്ത് തന്നെ അറൌണ്ട് ഒരു 3 ഗ്രൗണ്ട് വരുന്നുണ്ട്. 5സിന്റെ ഗ്രൗണ്ട് വരുന്നുണ്ട്, 11സിന്റെ ഗ്രൗണ്ട് വിത്ത് ട്രാക്ക് വരുന്നുണ്ട്, ഒരു 7സിന്റെ ഗ്രൗണ്ട് വരുന്നുണ്ട്. അത് കൂടാണ്ട് നമുക്ക് ഇപ്പൊ ഇൻഡോർ ഷട്ടിൽ ബാഡ്മിന്റൺ കോർട്ട് വരുന്നുണ്ട്, പിന്നെ ബോക്സിംഗ് ഉള്ള സൗകര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ ഇപ്പോ ഒരു 3 വർഷത്തോളമായിട്ട് നമുക്ക് ഇൻഡോർ ടർഫ് വരുന്നുണ്ട്. പെയ്ഡ് ആണ്, ടർഫ് വരുന്നുണ്ട്. ഇൻഡോർ ഷട്ടിൽ കോർട്ട് വരുന്നുണ്ട്, പിന്നെ ഇൻഡോർ ബാസ്കറ്റ്ബോൾ കോർട്ട് വരുന്നുണ്ട്, ഔട്ട്ഡോർ ബാസ്കറ്റ് കോർട്ട് വരുന്നുണ്ട് ഫ്രണ്ടിൽ തന്നെ. പിന്നെ സ്വിമ്മിംഗ് പൂൾ വരുന്നുണ്ട്. കുട്ടികൾക്ക് ഇനിയിപ്പോൾ റീഫ്രഷ്മെന്റിന്റെ സമയത്ത് അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ സ്വിമ്മിംഗ് പൂൾ ഫെസിലിറ്റി അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് മെയിനായിട്ട് ഫുഡ് കോർട്ട്, എക്സൽ ഫ്യൂഷൻ കഫേ എന്ന് പറഞ്ഞിട്ട് ഒരു റെസ്റ്റോറൻറ്റ് ടൈപ്പിലുള്ള ഒരു ഫുഡ് കോർട്ട് വരുന്നുണ്ട്. അത്യാവശ്യം ഒരേ ടൈമിൽ തന്നെ ലോട്ട് ഓഫ് സ്റ്റുഡൻസിന് ഇരിക്കാൻ പറ്റുന്ന വലിയ ഫുഡ് കോർട്ടാണ്. അതത് ക്യാമ്പസുകളുടെ അകത്ത് ഇപ്പോൾ എഞ്ചിനീയറിംഗ് കോളേജിന്റെ ഇൻസൈഡിൽ ഒരു ക്യാൻറ്റീൻ ഉണ്ടാവും എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന്. ലേഡീസിന് അവിടെ പിന്നെ ജിം ഫെസിലിറ്റി വരുന്നുണ്ട്. ബോത്ത് 2 സ്റ്റുഡൻസിന്, ഗേൾസിന് ബോയ്സിനാണ് ജിം വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ മെഡിക്കലിന് സെപ്പറേറ്റ് ക്യാൻറ്റീൻ ഉണ്ട്. ATM കൗണ്ടർ ഫെസിലിറ്റി വരുന്നുണ്ട്. ഹോസ്പിറ്റൽ വരുന്നുണ്ട് കോളേജിന്റെ അകത്ത്. ഒരു സ്റ്റുഡന്റിനെ സംബന്ധിച്ചിട്ട് ബേസിക് ആയിട്ടുള്ള, അത് ഗേൾസിനാണെങ്കിലും ബോയ്സിനാണെങ്കിലും ബേസിക് ആയിട്ട് എന്ത് ആവശ്യങ്ങൾക്കും ഉള്ള ഒരു ബേസിക് ആയിട്ടുള്ള എല്ലാ റിക്വയർമെന്റ്സും കോളേജിൽ അവൈലബിൾ ആണ്. അത് ഇപ്പൊ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാലോ. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ഒട്ടുമിക്ക സ്റ്റുഡൻസ് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, പരിപാടി ഉണ്ടോ? ഓണപരിപാടി, ക്രിസ്മസ് പരിപാടി, ഫംഗ്ഷൻസ് കാര്യങ്ങളൊക്കെ എങ്ങനെ വരുന്നത്? നമുക്ക് ഓണത്തിന്റെ കാര്യം പറയുമ്പോൾ ഫസ്റ്റ് ഓണത്തിന്റെ കാര്യം തന്നെ പറയാം. കഴിഞ്ഞ 5 വർഷത്തോളമായിട്ട് നമ്മൾ വളരെ കോൺഫിഡന്റ് ആയിട്ട് പറയാൻ പറ്റും, തമിഴ്നാട്ടില് ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഓണം ഫംഗ്ഷൻ നടക്കുന്ന എക്സൽ കോളേജ് ആണ്. കാരണം മിനിമം 8 lakh അബവ് ഉള്ള പ്രോഗ്രാംസ് ആണ്. കഴിഞ്ഞതിന് മുന്നത്തെ വർഷം ആട്ടം കലാസമിതിയാ വന്നിട്ടില്ല. 3 മണിക്കൂർ അവരെ പ്രോഗ്രാം ഉള്ളൂ. അതിന് അത്രയും ഹൈലി പെയ്ഡ് ആണ്. അത്യാവശ്യം നല്ല ഫെയിമാണ്. ചിലങ്ക കലാകാരനൊക്കെ പോലെ അത്യാവശ്യം ഫെയിം ആയിട്ടുള്ള മേളക്കാരാണ് വരിക. അറ്റ് സെയിം ടൈം 2 ടീം ഉണ്ടാവും. ഇവിടെ എഞ്ചിനീയറിംഗ് ക്യാമ്പസും ആർക്കും ഡിപ്ലോമ 3 നടത്തുക. ഇപ്പൊ 2 വർഷത്തോളമായിട്ട് നമ്മൾ കമ്പൈൻഡ് ഒറ്റ പരിപാടി, മെഡിക്കൽ എല്ലാം കൂടി ഹെവി പ്രോഗ്രാം ആണ്. അത് അതിന്റെ വീഡിയോ ജസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് തരാം. വലിയ പ്രോഗ്രാം. അത് തമിഴ്നാട്ടിലെ ഒരു കോളേജിലും കാണാത്ത രീതിയിലുള്ള പ്രോഗ്രാമാണ്. അത് നമ്മുടെ സപ്പോർട്ടും കൂടി ഉണ്ടാവും. നമ്മുടെ ഭാഗത്തു നിന്നുള്ള, നമ്മുടെ കേരള അഡ്മിഷൻ വിങ്ങിന്റെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ടും കോളേജിന്റെ സപ്പോർട്ടും. കോളേജ് ഭയങ്കര സപ്പോർട്ടീവാണ്. ഓണം ഫംഗ്ഷൻ ഒക്കെ എന്ന് പറയുന്നത് കുട്ടികൾക്കൊരു ആഘോഷമാണ്. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ആ ഒരു 1 മന്തിന്റെ ഉള്ളിൽ ഫുള്ള് പിള്ളേർ ഫ്രീ ആണ്. പ്രോഗ്രാമിന്റെ കാര്യങ്ങൾ സെറ്റ് എല്ലാം സ്റ്റുഡൻസാ ചെയ്യുക. നമ്മളെല്ലാം ബാക്കപ്പ് ചെയ്ത് കൊടുക്കും കുട്ടികൾക്ക്. നമ്മളെ അടുത്തുള്ള നമ്മുടെ ഗൈഡൻസ് അനുസരിച്ച് എല്ലാം നമ്മൾ ബാക്കപ്പ് ചെയ്ത് കൊടുക്കും. അവരെല്ലാം ഹാപ്പി ആയിട്ട് ആ ഒരു മാസം പിള്ളേർ ഹാപ്പിയാണ്. ഇനി 2ാമത് പ്രോഗ്രാമിലോട്ട് വരുമ്പോൾ എല്ലാ വർഷവും ആനുവൽ ഡേ ഫംഗ്ഷൻ നടക്കാറുണ്ട്. എല്ലാ ആനുവൽ ഡേ ഫംഗ്ഷനും നടക്കുന്നത് കോളേജിന്റെ കൺവെൻഷൻ സെന്ററിന്റെ അകത്താണ്. വലിയ കൺവെൻഷൻ സെന്റർ ആണ്. അത്യാവശ്യം പ്രീമിയം കാറ്റഗറി ഫംഗ്ഷൻസ് നടക്കുന്ന കൺവെൻഷൻ സെന്റർ ആണ്. അവിടെ എല്ലാ പ്രോഗ്രാമിനും നമുക്ക് എന്ത് വരാറുണ്ട്? സെലിബ്രിറ്റീസ്, തമിഴ്നാട് സെലിബ്രിറ്റീസും കേരള സൗത്ത് സെലിബ്രിറ്റീസ് വരാറുണ്ട്. ഈ വർഷം നമ്മൾ എക്സലൻഡ 1.0 നമ്മൾ വിളിക്കുന്ന ഒരു പേരാണ്. കാരണം തീർച്ചയായിട്ടും അതിന്റെ സെക്കൻഡ് പാർട്ട് ഉണ്ടാവും. കാരണം എക്സലൻഡ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാം നമ്മുടെ ട്രാക്ക് ഗ്രൗണ്ടിൽ ബാക്കില് വലിയൊരു കൺസേർട്ട് പോലെ നടന്നിട്ടുണ്ട്. എന്താണെങ്കിലും നമ്മൾ വിചാരിക്കുന്നതിലും വലിയ ബഡ്ജറ്റുള്ള ഒരു പ്രോഗ്രാം ആയിരുന്നു. അത് ഹെവി പ്രോഗ്രാം ആയിരുന്നു. നമ്മുടെ കയാട് ലോഹർ, പിന്നെ വേറെ 1-2 ഫെയിം ആയിട്ടുള്ള തമിഴ്നാട് സിംഗേഴ്സ് ഒക്കെ വന്നിട്ട് നടത്തിയ ഹെവി പ്രോഗ്രാം ആയിരുന്നു. അത് എക്സൽ കോളേജിന്റെ ഹിസ്റ്ററിയിലത്തെ 1 ഓഫ് ദി ബെസ്റ്റ് പ്രോഗ്രാമാണ്. ഞാൻ അതിന്റെ വീഡിയോ ഷെയർ ചെയ്തിരുന്നു. അത് 2.0 ഉണ്ടാവും അതിന്റെ. അത് കുറച്ചും കൂടി കേരള ഓറിയന്റഡ് ആയിട്ടും കൂടി അടുത്ത വർഷം നമ്മൾ ഹോസ്റ്റ് ചെയ്യാനുള്ള പ്ലാനിങ് ഉണ്ട്. അതുപോലെ തന്നെ ഒട്ടുമിക്ക പേരൻസിനും അതുപോലെ തന്നെ സ്റ്റുഡൻസിനുള്ള പേടിയാണ്. അല്ലെങ്കിൽ എൻ്റെ മകനെ അല്ലെങ്കിൽ എൻ്റെ മകളെ വിട്ട് പഠിപ്പിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ സംസ്ഥാനങ്ങളിലേക്ക് വിട്ട് പഠിപ്പിച്ചു കഴിഞ്ഞാൽ റാഗിങ്ങിന്റെ ഒരു കാര്യം, അല്ലെങ്കിൽ സുരക്ഷാ പ്രശ്നം, സേഫ്റ്റി, അതിനെ പറ്റിയിട്ട് എന്താണ് സാറിന് പറയുന്നത്? റാഗിംഗ് ഒന്നും ഇപ്പൊ ഇല്ല കോളേജില് എന്ന് വെച്ചിട്ട് പണ്ടില്ല എന്ന് പറയാൻ പറ്റില്ല. തമിഴ്നാടാണ്, കർണാടകയാണ്. ആദ്യകാലങ്ങളിൽ പഠിച്ചുകൊണ്ടിരുന്ന ആളുകൾ ഭയങ്കര ഏജ്ഡ് ആയിട്ടുള്ള ആളുകളായിരുന്നു. ഇപ്പൊ ചെറിയ നമ്മുടെ ആളുകൾ വളർച്ച ഒരു പ്രായം തോന്നാത്ത കുട്ടികളാണ് കൂടുതൽ. അപ്പോ കുറച്ച് വർഷങ്ങളായിട്ട് അങ്ങനെ ഒരു സംഭവം ഒന്നും കോളേജുകളിൽ ഇല്ല, എവിടെ ഇല്ല. നമ്മൾ നമ്മുടെ കോളേജ് മാത്രം ഹൈലൈറ്റ് ചെയ്ത് പറയുന്നതല്ല, കുറവാണ്. വളരെ ലൈറ്റ്ലി ഉള്ള പേര് ചോദിക്കുക, പാട്ട് പഠിക്കുക, അങ്ങനത്തെ അതും കുറവാണ്. റാഗിങ് ഇല്ല. അത് കോളേജിന്റെ ഇൻസൈഡ് ആണ്. നമ്മുടെ ഹോസ്റ്റൽ വരുന്നത് ലേഡീസ് ഹോസ്റ്റലും ജെൻസ് ഹോസ്റ്റലും കോളേജിന്റെ ഇൻസൈഡ് ആണ്. അങ്ങനത്തെ പ്രശ്നങ്ങളില്ല. എല്ലാം കോളേജിന്റെ ടീച്ചിങ് സ്റ്റാഫാണ് വാർഡന്മാരായിട്ടുണ്ടാവുക. അങ്ങനത്തെ പ്രശ്നങ്ങളില്ല. ഓക്കെ. അതുപോലെ തന്നെ പിന്നെ എന്തുണ്ടെങ്കിലും, എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും കുട്ടികൾ അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സാഹചര്യങ്ങളോ ഒരു തോന്നലോ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളെടുത്തൊന്ന് പറയാം. നമ്മളങ്ങനെ ഔട്ട്സൈഡേഴ്സ് അല്ല, കോളേജിന്റെ അടുത്ത് എപ്പോഴും ഉണ്ടാവുന്ന ആളാണ്. അതുപോലെ തന്നെ എക്സലിൽ ഇപ്പോൾ ഇത്തരം കോഴ്സുകൾ അഡ്മിഷൻ നോക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള അഡ്മിഷൻ ക്രൈറ്റീരിയസ് കാര്യങ്ങൾ നിലവിൽ എന്തൊക്കെയാണുള്ളത്? അഡ്മിഷൻ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോളേജിലോട്ട് ഇപ്പോൾ
ജോയിൻ ചെയ്യാൻ നിൽക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിട്ട് കുട്ടികൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ കോളേജ് കാണിക്കാനുള്ള അസിസ്റ്റ് നമ്മൾ ചെയ്തു കൊടുക്കും. പിന്നെ വന്നു കഴിഞ്ഞാൽ ബുക്കിംഗ് എമൗണ്ട് ഇപ്പൊ എത്രയാണോ, ഇപ്പൊ കോളേജിന്റെ ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള അഡ്മിഷൻ ഫീസ് ഉണ്ട്. ഇപ്പൊ എഞ്ചിനീയറിംഗിന് 20,000 ആണ് ബുക്കിംഗ് എമൗണ്ട്. നമുക്ക് ഒരു കമ്പ്യൂട്ടർ റിലേറ്റഡ് ബ്രാഞ്ചസ് നോക്കുന്ന കുട്ടികൾക്ക് 50,000 രൂപയുടെ ബുക്കിംഗ് എമൗണ്ട്. ആ ഒരു ബുക്കിംഗ് എമൗണ്ട് ഇപ്പൊ സ്റ്റാർട്ടിംഗ് അഡ്മിഷൻ എടുക്കുന്ന കുട്ടികൾക്ക് ചെറിയൊരു കൺസിഡറേഷനിൽ കമ്പ്യൂട്ടർ സയൻസ് മാത്രം ചെയ്തു കൊടുക്കുന്നുണ്ട്. ബാക്കി 20,000 ആണ് ബുക്കിംഗ് എമൗണ്ട്. നമ്മളൊരു ഓൺലൈൻ ആപ്ലിക്കേഷൻ ഉണ്ട്. ആ ഒരു ലിങ്കിൽ ആപ്ലിക്കേഷൻ ചെയ്ത് ആ സ്റ്റുഡൻറ് പോർട്ടൽ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ ഫീസ് അടച്ച ഡയറക്റ്റ് കോളേജിലോട്ട് ബുക്കിംഗ് എമൗണ്ട് ചെയ്താൽ മതി. 20,000 ആണെങ്കിൽ 20,000 ഡയറക്റ്റ് ബുക്കിംഗ് എമൗണ്ട് ചെയ്യുക, എല്ലാം കോളേജ് ത്രൂ. ഇപ്പൊ ചില പാരന്റ്സിന് കൺഫ്യൂഷൻ ഉണ്ടാവും. ഇനിയിപ്പോ കോളേജ് കാണാൻ വേണ്ടി വരാത്ത പാരന്റ്സിനൊക്കെ എങ്ങനെയാണ് പ്രൊസീജിയർ. അവർക്ക് ഡയറക്റ്റ് ആപ്ലിക്കേഷൻ ചെയ്തിട്ട് കോളേജിലോട്ട് ഡയറക്റ്റ് പേയ്മെന്റ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ആരെയാണ് ബന്ധപ്പെടുന്നത് അവർ ത്രൂ അവർ അതിനുള്ള എല്ലാ ഗൈഡൻസും കൊടുക്കും. മിനിമം ബുക്കിംഗ് എമൗണ്ട് 20,000 ആണ്. സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ആ ഒരു 20,000 ബുക്കിംഗ് എമൗണ്ട് വിത്ത് ആപ്ലിക്കേഷൻ ഫീസ് അടച്ചതിന് പരിപാടി കംപ്ലീറ്റ് ചെയ്യും. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ പ്രൊസീജിയർ ആണ്. ഇത്രയൊക്കെയാണ് മെയിനായിട്ടുള്ള കാര്യങ്ങൾ വരുന്നത്. ഇനിയിപ്പോ കൂടുതലും നമ്മൾ കോഴ്സ് ഫെമിലിയർ ആവട്ടെ എന്നാണ് നമ്മുടെ ഒരു ആഗ്രഹം. കാരണം നമ്മൾ ആളുകളിലോട്ട് ഏറ്റവും കൂടുതൽ കോഴ്സ് എത്തിക്കണം എന്നുള്ളൊരു ആഗ്രഹമുള്ള ആളുകൾ. കാരണം ചില ആളുകളെ സംബന്ധിച്ചിട്ട് നല്ല കോഴ്സുകൾ ഏതാണെന്ന് എപ്പോഴും കൺഫ്യൂഷൻ ഉള്ള ആളുകൾ ഉണ്ടാവും. അപ്പൊ അവരിലോട്ട് മാക്സിമം ഈ ഒരു കണ്ടൻസ് റീച്ച് ആവണം. അത്രേ ഉള്ളൂ. നമുക്ക് നല്ല കോഴ്സുകൾ ആളുകൾ എടുക്കട്ടെ എന്നുള്ളൊരു ആഗ്രഹമുള്ളൂ. നിലവിലെ എക്സൽ കോളേജിന്റെ വിശേഷം ഏകദേശം അവസാനിക്കാറായി. അപ്പോൾ കോളേജിനെ പറ്റിയിട്ട് അതുപോലെ കോഴ്സിനെ പറ്റിയിട്ടും പറഞ്ഞ മുസഫർ സാറിന് വളരെയധികം നന്ദി. അതുപോലെ തന്നെ കോളേജിന്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് അതുപോലെ ഫീസ് സ്ട്രക്ചർ നിങ്ങൾക്ക് ഇതിൽ അറിയണമെന്നുണ്ടെങ്കിൽ നമ്പർ കൊടുക്കാം. നിങ്ങൾ എന്ത് ചെയ്യാം, കോൺടാക്ട് ചെയ്യാം.